A very warm welcome to all. It's a wonderful day and I feel privileged to extend my warm welcome to all present here. Prajodi is the center of supreme light and is a vision of redeeming love. It's an international center for research training and service in holistic approach and it came to existence in 1995 and it's affiliated to University of Calicut and also a government institution. Everything at Prajodi bears out our Indian culture, priorities within our vision. Each year, we would like to go one better by beating our own record. Being a byproduct of the holistic approach of education other than regular program, the Department of Commerce had conducted many activities and become a part of success of our college. And this event is also an achievement to our college. This program is conducted by Department of Commerce of Prajodi Niketan College, Pudukkad, in association with Field Outreach Bureau, Government of India, Ministry of Information and Broadcasting, Thrissur. This ministry is involved in activities related to various age groups and focus attention of people regarding many issues like national integrity, environmental protection, and so on. Prayer enlightens our mind and soul and give you insights and sense of direction. I invite Malavika and Akshaya of First BCom for the prayer. സുഖം പകരാനായി സ്നേഹദീപമേ വിഴി തുറക്കൂ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിഴി തുറക്കൂ കഥന കനിമുറവേ കാട്ടിൽ നടുവിൽ വഴി തെളിക്കൂ ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ വിഴി തുറക്കൂ സ്നേഹദീപമേ വിഴി തുറക്കൂ. Thank you, Malavika and Akshaya. Now, with great pleasure, I would like to invite Mr. Tony C. Matthew, the representative of staff members, for the welcome address. Very warm good morning to one and all of you, especially to Ramanandran sir, to George sir, and to Amjit sir, and all my dear colleagues and my dear students. വളരെ സന്തോഷമുള്ള ദിവസമാണെന്ന് കാരണം വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ടോപ്പിക്കിലാണ് നമ്മുടെ ഇന്നത്തെ വെബിനാർ നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ എക്കോണമി ഒരു ക്യാഷ്ലെസ് ആൻഡ് ഡിജിറ്റൽ എക്കോണമിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡിജിറ്റൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആളുകൾക്ക് നോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ ലഭിക്കുമ്പോൾ പോലും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി നമ്മുടെ രാജ്യത്ത് വളരെയധികം കുറവാണ്. പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും അത് കുറവാണ് എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ഫ്രോഡുകളും അതുപോലെ തന്നെ പണം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളത് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് തന്നെ ആരംഭിക്കണം എന്നുള്ളതായ ഒരു വലിയ മിഷനാണ് നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വെബിനാർ കൂടിയായിട്ടാണ് നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്തത്. ഇത് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ ഇടയിൽ സേവിങ്സ് ഹാബിറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതായ ഉദ്ദേശം കൂടെ ഈ വെബിനാറിന് ഉണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകാം എന്ന് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു വെബിനാർ കൂടിയാണത്. നമ്മളിന്ന് അസോസിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ, അത് പ്രത്യേകിച്ച് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ള സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു ഓഫീസാണ്. ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൊരു നാഷണൽ ഇമ്പോർട്ടൻസ് കൂടെ ഈ പ്രോഗ്രാമിന് വരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം.
നമ്മുടെ കോളേജിന്റെ സ്ഥാപക മാനേജർ ആയിട്ടുള്ള ഡോക്ടർ ഫാദർ റെവറൻ ഹർഷജൻ പഴയാറ്റിൽ അച്ഛനാണ് നമ്മുടെ കോളേജിന്റെ എല്ലാ സ്വപ്നങ്ങൾക്കും മുൻപിൽ നിൽക്കുന്നതായ ചാലകശക്തി. അച്ഛന്റെ അസാന്നിധ്യത്തിലും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന ബിലോഡ് ഡോക്ടർ ഷൈജൻ പോൾ, അദ്ദേഹത്തിന്റെ ഈ മീറ്റിംഗിലേക്ക് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന മിസ് ഗീത ജോണി ടീച്ചർ വളരെ അവിചാരിതമായ ഒരു കാരണത്താൽ ടീച്ചർക്ക് വരാൻ സാധിച്ചിട്ടില്ല, എങ്കിലും ടീച്ചറുടെ അസാന്നിധ്യത്തിലും ടീച്ചറുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മൾ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ആയിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷത്തോടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ രാമചന്ദ്രൻ സാർ. അദ്ദേഹം വളരെ ദീർഘകാലത്തെ ബാങ്കിങ് എക്സ്പീരിയൻസിന് ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് എനിക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈസ് എ വെരി പാഷനേറ്റ് എംപ്ലോയർ, പാഷനേറ്റ് ഒരു ട്രെയിനറാണ്. അതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോൾ RBIയുടെ തൃശ്ശൂർ ജില്ലയിലെ ഫിനാൻഷ്യൽ കൗൺസിലർ എന്നുള്ള പോസ്റ്റിലാണ് അദ്ദേഹം ഇപ്പോൾ ആയിരിക്കുന്നത്. ആ നിലയിൽ അദ്ദേഹം വിവിധ കലാലയങ്ങളിൽ തന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കോളേജിനോടും അസോസിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തുടർന്നും ഈ ഒരു വെബിനാർ മാത്രമല്ല, ഇനിയും അനേകം പ്രോഗ്രാംസും അതുപോലെ ഞങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാമും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതിനും അദ്ദേഹത്തിന്റെ സഹായം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. പ്രിയ രാമചന്ദ്രൻ സാറിനെ ഏറെ സന്തോഷത്തോടും ബഹുമാനത്തോടും ഈ വെബിനാറിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ, ഒന്ന് ജോർജ് മാത്യു സാറും അതുപോലെ തന്നെ അമിത് സാറും. അവര് FOBയുടെ അതായത് ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോയുടെ ഭാഗമായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ്. അവരാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പ്രോഗ്രാം നടത്താനായിട്ട് എല്ലാവിധമായ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നത്. നമ്മളുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ല റിസോഴ്സ് പേഴ്സണെ അറേഞ്ച് ചെയ്യുകയും ചെയ്തത് ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോയാണ്. അത് അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അദ്ദേഹം തന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നതായിരിക്കും, എന്താണ് ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ നടത്തുന്ന കാര്യങ്ങൾ എന്നുള്ളത്. വളരെയധികം നമ്മൾ അറിയാതിരിക്കുന്ന കുറെ കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ഭാഗമായി നിന്നുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ അത് അദ്ദേഹം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏറെ സന്തോഷത്തോടുകൂടി ആദരവോടുകൂടി ജോർജ് മാത്യു സാറിന്റെയും അംജിത് സാറിന്റെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് എല്ലാ വെബിനാസിനും നമുക്ക് വളരെയധികം ശക്തിയോടുകൂടി നിൽക്കുന്ന ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. ടീച്ചേഴ്സ് വളരെ ടൈമിലി ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടുള്ള സ്വാഗതം ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം ഇതിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിസിപ്പൻസ് ആണ്, അത് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. നമ്മൾ പുറത്തുനിന്നുള്ള ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ബേസിക് ഒരു സ്റ്റാർട്ടിംഗ് പ്രോഗ്രാം എന്ന നിലയിൽ തുടർന്നുള്ള പ്രോഗ്രാംസിൽ നമ്മൾ അനേകം ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിവേ, ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കുന്ന ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ സ്റ്റുഡൻസിനെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. അവര് കോളേജിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് അവര് ഹോസ്റ്റ് ചെയ്യുന്നത്. അതും അവർക്ക് അവരുടെ ഒരു നിർഭാഗ്യം എന്ന് പറയുന്നത് കോളേജിൽ തുടങ്ങിയിട്ട് ക്ലാസ്സിൽ വരാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും അവര് ആ ഒരു സൗകര്യമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടുകൂടി അവർ ചെയ്തു. അവരെ പ്രത്യേകമായിട്ട് ഈ കമ്മിറ്റിയെ പ്രത്യേകമായിട്ട് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടൊരു സെഷൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. Thank you, sir. I invite Mr. George Matthew, Assistant Director of FOB Government of India, to speak a few words about FOB. Good morning, everyone. കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ കേന്ദ്ര ഗവൺമെന്റിന്റെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം, ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പബ്ലിസിറ്റി വിങ്ങാണ്. അപ്പോൾ ആകാശവാണിയും ദൂരദർശനമൊക്കെ നിങ്ങൾക്കറിയാം ബ്രോഡ്കാസ്റ്റ് മീഡിയമാണ്. പക്ഷെ ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ എന്ന് പറയുന്നത് നേരിട്ട് ജനങ്ങളിലേക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോഗ്രാംസും ഇഷ്യൂസ് ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചർച്ച നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ. ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് പ്രജ്യോതി കോളേജിൽ ഞങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന് ഞങ്ങൾ ഈ കൊറോണ
അവയർനെസ് പ്രോഗ്രാം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നും അവിടുത്തെ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തൊരുമയോടെ പ്രവർത്തിച്ച പ്രോഗ്രാം വിജയിപ്പിക്കുകയുണ്ടായി. അത് ഓർക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഈ പ്രോഗ്രാമിന് എല്ലാ വിജയവും ഞാൻ ആശംസിക്കുന്നു. Thank you, sir. Now, I'm pleased to welcome Mr. V.R. Ramachandran, RBI Designated Financial Literacy Counselor and retired Senior Manager of Canara Bank, to share his views about digital financial security and importance of savings attitude in our life. Over to you, sir. Good morning to all. Good morning to everybody. Respected Reverend Father, the patron of the college principal, Mr. George Matthew, the Deputy Director from Trivandrum. He is in charge of the Thrissur district. Mr. Amjit, college Mr. Tony, other faculty members, Miss Aishwarya Justin, and my dear students. I am very happy to be with you today to address you on digital financial security and importance of savings in life. I just want to congratulate Mr. George Matthew and Mr. Tony today. Why? Because from Monday onwards, Reserve Bank is celebrating Financial Literacy Week. 8th February മുതൽ 12 ഫെബ്രുവരി വരെ സാമ്പത്തിക സാക്ഷരതാ യജ്ഞം നടത്തുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടന്നു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ പല കാര്യങ്ങളും, ഇതിന്റെ ചില ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇവിടെ ഞാൻ എടുക്കുന്നുണ്ട്. അതെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രിവാൻഡ്രം വഴി അക്രോസ് ഇന്ത്യ ഇങ്ങനെ ഒരു കർട്ടൻ റൈസർ പ്രോഗ്രാം ഫൈനാൻഷ്യൽ ലിറ്ററസി വീക്ക് ഇന്ത്യ ഒട്ടാകെ സെലിബ്രേറ്റ് ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ ഇതില് കേരളത്തില് അതിന്റെ ഒരു കർട്ടൻ റൈസർ എന്നുള്ള രീതിക്ക് ഒരു പ്രോഗ്രാം ഇന്ന് നടക്കുന്നു എന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിന്റെ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസർ മിസ്റ്റർ വിശാഖ്, അദ്ദേഹമടക്കം ഇത് വളരെ താല്പര്യത്തോടെ ഈ ഇവിടുത്തെ പ്രോഗ്രസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു ചുറ്റുപാടില് ഐ കൺഗ്രാജുലേറ്റ് മിസ്റ്റർ ടോണി ആൻഡ് മിസ്റ്റർ ജോർജ് മാത്യു ഇൻ ജോയിന്റ്ലി ഓർഗനൈസിംഗ് പ്രോഗ്രാം. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട് Amjit Sir is also here on the audience. I can see him. He is in Trichure. He is also a field staff of Field Outreach Bureau. Field Outreach Bureau ആയിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, ഒരു 5-8 വർഷങ്ങളായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പല പരിപാടികളും ഇവിടെ നടത്തിയിട്ടുണ്ട്. 2015-16 പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നുള്ള രീതിക്ക് ഒരു വലിയൊരു ക്യാമ്പയിൻ നടന്നപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പുള്ളു ഗ്രാമം കേന്ദ്ര സർക്കാർ സെൻട്രൽ ഓഫീസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിനെ ദത്തെടുത്ത് അവിടെ ഫൈനാൻഷ്യൽ ലിറ്ററസി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI ആക്ടിവിറ്റീസിൽ ഞാൻ കണക്റ്റഡ് ആണ്. അവർ ജോർജ് മാത്യു സാറും അംജിത് ഷെയറും ഒപ്പം ഉണ്ട് എന്നുള്ളത് വളരെ ഒരു സന്തോഷം. എന്തായാലും പ്രജ്യോതി കോളേജുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധപ്പെട്ടതിൽ ഐ ആം എക്സ്ട്രീംലി ഹാപ്പി. നൗ വൈ ഫൈനാൻഷ്യൽ ലിറ്ററസി ഈസ് ഇമ്പോർട്ടൻറ്റ്? Because everybody knows to read and write. Everybody is literate. Actually, Kerala is considered to be 100% literate state. But financial literacy is different from other literacy. Literacy means എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ ലിറ്ററസി ആയി. പക്ഷേ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ അത് പോരാ. ഫൈനാൻഷ്യൽ ലിറ്ററസിക്ക് വേറൊരു ഡയമെൻഷൻ ഉണ്ട്. ആ ഒരു ചുറ്റുപാടില് എൻറ്റയർ BCom സ്റ്റുഡൻസും ചേർന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം ചെയ്യുന്നത് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒന്ന്, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഒരു ത്രെറ്റായിട്ട് വരുന്നു. കാരണം എവറിബഡി യൂസസ് ATM മെഷീൻ. എല്ലാവർക്കും എവിടെ നിന്നൊക്കെയോ SMS വരുന്നു. ഇന്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും വളരെ ഫ്രീക്വന്റ് ആയതോടുകൂടി ആൾക്കാരെ അത് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ചതിക്കുഴികളുണ്ട്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി തന്നെ, പോലീസിന് തന്നെ ഒരു സൈബർ സെക്യൂരിറ്റി സെൽ തുടങ്ങേണ്ട ആവശ്യം വരാൻ കാരണം അത്രയധികം ത്രെറ്റ്സ് ഉണ്ട്, അതിൽ അത്രയധികം ചതിക്കുഴികളുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ബോധവാന്മാരാക്കേണ്ടത് കുട്ടികളെയാണ്, സ്റ്റുഡൻസ്.
കുട്ടികളെ എല്ലാം നമ്മളിതിൽ ബോധവാന്മാരാക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. അതുകൊണ്ട് അഭിനന്ദിക്കട്ടെ. Now we will go ahead, കാരണം നമുക്കൊരു 45 മിനിറ്റിൽ ഇത് തീർക്കണം. അപ്പോൾ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഞാൻ ഷെയർ ചെയ്തിരുന്നു. ആ പവർ പോയിന്റ് പ്രസന്റേഷനിലെ ആദ്യത്തെ സ്ലൈഡ് ഒന്ന് പ്രസന്റ് ചെയ്യണമെന്ന് ഇതിന്റെ ഓതറൈസർ ആൾക്കാർക്ക് ഒന്ന് പ്രസന്റ് ചെയ്യാമോ സാർ? ഫസ്റ്റ് സ്ലൈഡ്. തീർച്ചയായും അതിനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളവരൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. യെസ് സാർ, ഒരു മിനിറ്റ്. താങ്ക് യു ഹെലീന. സ്ലൈഡ് എനിക്ക് കാണാം, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഡിജിറ്റൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡെവലപ്പിംഗ് സേവിങ്സ് ആറ്റിറ്റ്യൂഡ് ഇൻ ലൈഫ്. നമ്മൾ ഏതൊരു ടാസ്ക് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം ആവശ്യമാണ്. വൺ ഈസ് ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് അതർ ഈസ് ദ റൈറ്റ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. RMA എന്ന് നമ്മൾ സാധാരണ MBA ഒക്കെ പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ ദ റൈറ്റ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ലൈഫിൽ വേണ്ട ഒരു റൈറ്റ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ആണ് ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സേവിങ്സ് ഇൻ ലൈഫ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഡിജിറ്റൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഇംപ്രസ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞിട്ട് നമ്മൾ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, ഡിജിറ്റൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് വരാം. ആദ്യം നമ്മൾ പ്ലീസ് ഫസ്റ്റ് സ്ലൈഡ്, ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ്സ്. ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് ബഡ്ജറ്റിംഗ് എന്നാണ്. ഇപ്പൊ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ സെൻട്രലിലെ ക്യാബിനറ്റ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തിട്ട് ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. എന്തിനാണ് നമുക്ക് ഒരു ബഡ്ജറ്റിന്റെ ആവശ്യം? ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ വിത്തൗട്ട് പ്ലാനിങ് എവറിത്തിങ് വിൽ ബി എ ഫെയിലിയർ, ആൻഡ് വിത്ത് പ്ലാനിങ് ഈവൻ എ ഫെയിലിയർ ക്യാൻ ബി ടേൺഡ് ഇൻ ടു എ സക്സസ്. അപ്പൊ നമുക്കൊരു സക്സസ്ഫുൾ ആയ ഒരു വെഞ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിലും സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് വേണം. ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ പ്രോപ്പർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്നൊരു കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റിംഗിൽ വളരെ പ്രധാനം, നമ്മളെ കൺട്രി ആസ് എ ഹോൾ വി ഹാവ് എ സെൻട്രൽ ബഡ്ജറ്റ്. ഫോർ കേരള ആസ് എ ഹോൾ വി ഹാവ് എ സ്റ്റേറ്റ് ബഡ്ജറ്റ് വിച്ച് വാസ് ഓൾസോ പ്രസന്റഡ് റീസെന്റ്. നമുക്കൊരു ഫാമിലി ബഡ്ജറ്റിംഗ് വേണം. നമ്മളെല്ലാവരും, ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഇൻ എ സൊസൈറ്റി. ഒരു സമൂഹത്തിലത്തെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. അപ്പൊ കുടുംബത്തിന് ഒരു ബഡ്ജറ്റിംഗ് വേണം. അതാണ് നമ്മൾ ഫാമിലി ബഡ്ജറ്റിംഗ് എന്നുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും BCom സ്റ്റുഡൻസ് ആണ്, ലൈനിൽ നിൽക്കുന്നവരെല്ലാവരും ബഡ്ജറ്റിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. സെക്കൻഡ് ഇയറിലും സെക്കൻഡ് സെമസ്റ്ററിലും ഒക്കെ നിങ്ങൾക്ക് പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ എവരിബഡി വിൽ ഒരു പ്രൈമറി ഒരു അക്വൈൻറ്റൻസ് വിത്ത് ബഡ്ജറ്റിംഗ് നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ ഏത് ബഡ്ജറ്റിംഗ് ഫൈനാൻഷ്യലി നടക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, കാരണം ഇല്ലാതെ ഇപ്പൊ നിവൃത്തിയില്ല. ബാങ്ക് അക്കൗണ്ട് 18 വയസ്സായ സ്റ്റുഡൻസിന് തന്നെ ഇപ്പൊ എത്രയോ 33 തരം സ്കോളർഷിപ്പ് ഉണ്ട്. ഏത് സ്കോളർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് വേണം. അത് മാത്രമല്ല, ഒരു തൊഴിലില്ലായ്മ വേതനം കിട്ടണമെന്നുണ്ടെങ്കിൽ അടക്കം ഇപ്പോൾ ബാങ്കിന്റെ അക്കൗണ്ടിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഈസ് റിയലി ഇമ്പോർട്ടന്റ്. എവരിബഡി ഷുഡ് ഹാവ് എ ബാങ്ക് അക്കൗണ്ട്. ഇന്ത്യ ഒട്ടാകെ നമ്മളെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊരു ക്യാമ്പയിൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം തന്നെ, കൂടുതലും പെൺകുട്ടികളായതുകൊണ്ട് പറയാണ്, ഇവിടെ ഒരു സുകന്യ സമൃദ്ധി യോജന എന്നൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്കീം തന്നെയുണ്ട്. ഇന്നത്തെ ചുറ്റുപാടിലെ ഏറ്റവും അധികം പലിശ കിട്ടുന്ന ഒരു സ്കീമാണ് സുകന്യ സമൃദ്ധി പദ്ധതി. ജനിച്ച ഉടനെ തന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഒരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി. അതുപോട്ടെ, അത് കഴിഞ്ഞാൽ മുതിർന്നു വന്നു കഴിഞ്ഞാൽ ഇന്ന് ഗ്യാസിന്റെ സബ്സിഡി, ഗ്യാസിന്റെ ഒക്കെ വില കൂടിക്കൊണ്ടേ പോകുന്നു. ഗ്യാസിന്റെ സബ്സിഡി അടക്കം ഇന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ അക്കൗണ്ട് വേണം. അപ്പൊ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാതെ ഒരു സ്കോളർഷിപ്പ് കിട്ടില്ല, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഒരു യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ല, തൊഴിലില്ലായ്മ വേതനം കൈപ്പറ്റാൻ പറ്റില്ല. പിന്നെ ഇതുകൊണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് വളരെ നിർബന്ധമാണ്. അത് ബാങ്ക് അക്കൗണ്ട്, ബഡ്ജറ്റിംഗ് ആൻഡ് സേവിങ്സ് ആർ ദ 3 pillars ഓഫ് ഫൈനാൻഷ്യൽ ലിറ്ററസി. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഫൈനാൻഷ്യൽ സർ.
രമേശ് സാറെ, ഇത് മൊബൈലിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ഞാനൊന്ന് ലാപ്പിൽ പ്രസന്റേഷൻ ചെയ്യട്ടെ, കുറച്ചുകൂടെ വൈഡ് ആയിട്ട് കാണാനായിട്ട്. ഓക്കെ, ഐ വിൽ വെയിറ്റ്. ഓക്കെ, ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ, പ്ലീസ്, ഐ വിൽ വെയിറ്റ്. എലിന ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ, ഞാൻ ചെയ്യാം. സാറെ കാണുന്നുണ്ടോ? ആ യെസ്, എനിക്ക് കാണാം, വളരെ വ്യക്തമായിട്ട് വലുതായിട്ട് തന്നെ കാണാം. ഓക്കെ ഓക്കെ, വെരി വെരി ക്ലിയർ, വെരി ക്ലിയർ. ഷാൽ ഐ ഗോ ഹെഡ്? ഓക്കെ, അപ്പോ സ്റ്റുഡൻസ് എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. ഇഫ് എവർ ദർ ഈസ് എനി ഇഷ്യൂ യു പ്ലീസ് പുട്ട് അപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വരികയാണെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക്, ഈവൺ അതർവൈസ് യു നോ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്, നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി തരാൻ പറ്റും. ഓക്കെ, നൗ ദ സ്ലൈഡ് ദാറ്റ് ഹാസ് കം അപ്പ് ഈസ് വാട്ട് ഈസ് സേവിങ്. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഫൈനാൻഷ്യൽ ലിറ്ററസി വേണ്ടി വന്നപ്പോ ഗവൺമെന്റിന് മനസ്സിലായി ഫൈനാൻഷ്യൽ ലിറ്ററസി വേണമെന്ന്. അപ്പൊ ഫൈനാൻഷ്യൽ ലിറ്ററസിക്ക് വേണ്ടി വന്നപ്പോൾ സർക്കാർ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നൊരു പ്രോഗ്രാം 2006 മുതൽ നടപ്പിലാക്കുന്നുണ്ട്. സെവറൽ കമ്മിറ്റീസ് വിച്ച് കൺസിസ്റ്റിംഗ് ദി RBI ഗവർണർ, RBI ഗവർണറുടെ നേതൃത്വത്തിൽ പലതരം കമ്മിറ്റികൾ 2006 മുതൽ ഈ വിഷയം നന്നായിട്ട് പഠിച്ചതിന് ശേഷം പല കമ്മിറ്റീസിന്റെ റെക്കമെൻഡേഷൻ, നിങ്ങൾ നരസിംഹ കമ്മിറ്റി, കോഹ്ലി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ കോമേഴ്സ് സ്റ്റുഡൻസിന്റെ മുമ്പിൽ വരുന്ന സബ്ജക്ട്സ് ആണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നൊരു ഡ്രൈവ് 2006 മുതൽ ഇതില് ഇന്ത്യയിലൊട്ടാകെ നടന്നു വരുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ലീഡ് ബാങ്ക് ഓഫീസാണ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഡ്രൈവിന്റെ അതിനെ ഹെഡ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി സെന്റേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് എന്റെ പിറകിൽ കാണാം, ഫൈനാൻഷ്യൽ ലിറ്ററസി സെന്റർ തൃശ്ശൂർ എന്ന് കാണാം. ഫൈനാൻഷ്യൽ ലിറ്ററസി സെന്റേഴ്സ് ഹാവ് ബീൻ ഓപ്പൺഡ് അക്രോസ് ഇന്ത്യ. ഇതെല്ലാം റിസർവ് ബാങ്കിന്റെ കീഴിൽ വരുന്നു. അതിന്റെ ചുമതല ഓരോ ഡിസ്ട്രിക്റ്റില് ഓരോ ലീഡ് ബാങ്കിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ലീഡ് ബാങ്കിലായിരുന്നു ഇത് ഏൽപ്പിക്കുന്ന സമയത്ത് 2005 മുതൽ 2008 വരെ. 2008 ശേഷം കുറച്ചു കാലം ഞാൻ കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിങ്, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അവിടെ അധ്യാപകനായി. അതിനുശേഷമാണ് ഞാൻ ഫൈനാൻഷ്യൽ കൗൺസിലറായിട്ട്, അവിടെ നിന്നുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഫൈനാൻഷ്യൽ ലിറ്ററസി സെന്ററിലെ ഫൈനാൻഷ്യൽ കൗൺസിലറായിട്ട് വരാൻ കാരണം. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, വാട്ട് ഈസ് സേവിങ്സ്? എന്താണ് സേവിങ്സ്? സേവിങ്സ് എന്ന് പറഞ്ഞാൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. നമുക്ക് എല്ലാ മാസവും ധാരാളം ചെലവുകളുണ്ടല്ലോ, പ്രൈമറി നീഡ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ഇൻകം എക്സ്പെൻഡിച്ചറിന് മീതെ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ സേവിങ്സ് ആണ്. പക്ഷെ എക്സ്പെൻഡിച്ചർ ആണ് കൂടുതൽ എങ്കിൽ, ഇൻകം കുറവാണെങ്കിൽ നമ്മൾ കടത്തിൽ കയറും. ഇതാണ് ദ ഫണ്ടമെന്റൽ ഓഫ് ഡെഫിനിഷൻ ഓഫ് സേവിങ്സ്. ഓക്കെ സർ, നെക്സ്റ്റ് സ്ലൈഡ്. സേവിങ്സ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വി ഷുഡ് നോ വൈ വി ഷുഡ് സേവ് എന്നാണ് അടുത്ത സ്ലൈഡ്. വൈ വി ഷുഡ് സേവിങ്ങിന്റെ ആവശ്യം എന്തുകൊണ്ട് വെച്ചാല്, നമ്മളുടെ ഭാവി നമ്മൾ എല്ലായ്പ്പോഴും വിചാരിക്കുന്ന മാതിരി നമ്മുടെ കൺട്രോൾ ആവണമെന്നില്ല. നമ്മൾ വിചാരിക്കാത്ത എക്സ്പെൻഡിച്ചർ വരാം. ഫോർ എക്സാമ്പിൾ, വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരാം, അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം, അല്ലെങ്കിൽ വീട്ടിൽ സഹോദരന്മാരെ അല്ലെങ്കിൽ സഹോദരി അവരുടെ എന്തെങ്കിലും വിവാഹം അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ വരാം. അപ്പോ എക്സ്പെൻഡിച്ചർ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫ്യൂച്ചർ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേവിങ്സ് വേണം എന്ന് പറഞ്ഞത്. എക്സ്പെൻസസ് എന്തൊക്കെ ആവാം? ബർത്ത്, എഡ്യൂക്കേഷൻ, മാരേജ്, പർച്ചേസിംഗ് ഓഫ് ഫാം സീഡ്സ്, പർച്ചേസിംഗ് ഓഫ് ഓൺ ഹൗസ്, ഇതൊക്കെ നമുക്ക് വരാവുന്ന പലതരം എക്സ്പെൻസസ് ആണ്. പ്ലസ് അൺഫോർസീൻ ഇവന്റ്സ്, ലൈക്ക് നമ്മൾ വിചാരിക്കാതെ, മുൻകൂട്ടി കാണാൻ പറ്റാതെ നമുക്ക് വീട്ടിലാർക്കെങ്കിലും അസുഖം വരിക, എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുക, വീട്ടിലാരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് മരിച്ചു പോവുക, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി. ഇപ്പൊ 2018 വെള്ളപ്പൊക്കം വന്നു, അതിനുശേഷം ഓഖി എന്നൊരു ചുഴലിക്കാറ്റ് വന്നു. ഇപ്പോ 2019 മാർച്ച്, ഏകദേശം ഒരു വർഷമായി നമ്മളെല്ലാരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന COVID-19 എന്നൊരു അതൊരു നാച്ചുറൽ പാൻഡമിക് ആണ്. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വന്നാൽ നമുക്ക് സേവിങ്സ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പൊ തന്നെ അക്രോസ്
അക്രോസ് ദ കൺട്രി ഒരു 10 യൂണിറ്റ്സുകൾ എടുത്ത് നോക്കിയാൽ അതിലൊരു 7 യൂണിറ്റും ഫൈനാൻഷ്യലി ഡിഫിക്കൽട്ടീസിലാണ്. ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കുന്നു ഇവരേക്കൊക്കെ വീണ്ടും സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ. പക്ഷേ പല സ്മോൾ ആൻഡ് മൈക്രോ എന്റർപ്രൈസസ് ഫൈനാൻഷ്യലി ഡിഫിക്കൽട്ടിയിൽ കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് സേവിങ്സ് ഷുഡ് ബി ദെയർ ഫോർ എവരിബഡി. ഓക്കെ, ദെൻ why after why we should save, again 2-3 more points are there for lean minutes when we are not able to earn. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇപ്പൊ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, എല്ലാവരും ചെറുപ്പക്കാരാണ്, അപ്പോൾ ഇപ്പൊ ബുദ്ധിമുട്ടില്ല. പക്ഷെ പ്രായമായി വരുമ്പോൾ നമുക്ക് ഇതേമാതിരി എന്തെങ്കിലും ഒരു ഇൻകം ഏണിംഗ് ആക്ടിവിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മളിപ്പോ എന്തെങ്കിലും നമ്മളൊരു സ്വന്തമായ ഒരു വെഞ്ചർ തുടങ്ങി, ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി, അല്ലെങ്കിൽ ഒരു റെഡിമെയ്ഡ് ഗാർമെന്റ്സ് മാനുഫാക്ചർ, ഒരു ഹോൾസെയിൽ മാനുഫാക്ചർ യൂണിറ്റ് തുടങ്ങി, ഒരു 55-60 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രായം കൂടും തോറും നമുക്കിതിലുള്ള നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഫോർ അവർ ഓൾഡ് ഏജ് വി ഷുഡ് സേവ് and to buy something which we cannot afford from our regular income കൊണ്ട് നമുക്ക് ഒരു കാറ് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 6 lakhs എങ്കിലും ഒരു സേവിങ്സ് ഉണ്ടെങ്കിൽ, 6 lakhs സേവിങ്സ് വേണ്ട, പക്ഷെ റീസണബിളി ഈ 6 lakhsന്റെ 25% നമ്മളുടെ മാർജിൻ ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ there are enough number of banks and financial institutions നമ്മളുടെ 25% നമ്മുടെ ഒരു മാർജിൻ സേവിങ്സ് കാണിക്കാമെങ്കിൽ ബാക്കി 75% നമുക്കൊരു ലോണായിട്ട് തരാൻ ഇന്ന് മാർക്കറ്റിൽ ധാരാളം ഓർഗനൈസേഷൻസ് ഉണ്ട്. സോ സേവിങ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഷോയിങ് യുവർ മാർജിൻ ഫോർ എ ഫ്യൂച്ചർ പ്രൊക്യൂർമെന്റ് ഓഫ് ആൻ അസറ്റ്. കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്കൊരു അസറ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട മാർജിനും സേവിങ്സ് ആവശ്യമാണ്. അതർവൈസ് മണി സേവ്ഡ് ഈസ് മണി ഏൺഡ്. ഇന്ന് നമ്മൾക്ക് കുറച്ച് കാശ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മണി ഏൺഡ്. അത് നമ്മളുടെ ഒരു ഫ്യൂച്ചർ ഇൻകം ആണ്. ഓക്കെ, നൗ ഹൗ ടു സേവ്? വെരി സിമ്പിൾ. റെഡ്യൂസ് യുവർ എക്സ്പെൻസസ് ആൻഡ് ഇൻക്രീസ് യുവർ ഇൻകം. ഇത്ര എളുപ്പത്തിൽ പറയാം, പക്ഷെ ഇത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് അടുത്ത സ്ലൈഡ് കാണിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നുണ്ട്. ടോണി സർ, സ്ലൈഡ് കുറച്ച് അഡ്വാൻസ് ചെയ്യാമോ? Categorize your slide. Okay, categorize, sir. That is the correct slide. Categorize your expenses. അപ്പോൾ നമ്മളുടെ ചെലവുകളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യത്തിനും നമുക്ക് ലൈഫിൽ തന്നെ ഒരു പ്രയോറിറ്റി വേണം. നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിനേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കാറില്ലേ, ഏത് സബ്ജക്റ്റ് ആണോ എനിക്ക് കൂടുതൽ വിഷമം അത് ആദ്യം പഠിച്ചു തീർക്കാം, ഏത് സബ്ജക്റ്റ് ആണോ ഞാൻ +2 ലെവലിൽ പഠിച്ചത് വേണ്ട മാതിരി ആയില്ല, അതിനെവിടെങ്കിലും ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ദ ഫാക്കൽറ്റി ഓർ ഗോ ഫോർ എ ട്യൂഷൻ, എന്തെങ്കിലും നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ നമ്മളുടെ എക്സ്പെൻസസിന് ഒരു പ്രയോറിറ്റി വേണം. ആ പ്രയോറിറ്റിക്കാണ് നമ്മൾ വാണ്ട്സ്, നീഡ്സ് ആൻഡ് വെയ്സ്. പലതും നമ്മളുടെ നീഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ we need a house, we need proper food at the right time, we need to be treated when we are not well, when we catch hold of a disease. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് ആശുപത്രി പോകാൻ കാശ് വേണം, താമസിക്കാൻ ഒരു വീട് വേണം, ഭക്ഷണം കഴിക്കാൻ വേണ്ടത്ര അതിന് ചെലവിന് വേണ്ടത്ര കാശ് വേണം, വീട്ടില് വയസ്സായ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള കാശ് വേണം. ഇതൊക്കെ നമ്മുടെ നീഡ്സ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാണ്ട്സ്. സർ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. there is a table showing the needs and essentials, wants. Yes, okay sir. വാണ്ട്സ് എന്തൊക്കെയാണ്? നൈസ് ടു ഹാവ് എക്സ്പെൻസസ്. ഫോർ എക്സാമ്പിൾ എന്റർടൈൻമെന്റ്. ഒരു സിനിമയ്ക്ക് പോവുക എന്നുള്ളത് ഒരു നീഡല്ല, പക്ഷെ ഒരു വാണ്ട് ആണ്. ഒരു ഹോളിഡേസിന് പോവുക, ഇപ്പൊ അതിരപ്പള്ളി തുറന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ വണ്ടർല തുറന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്നാർ പീരുമേട്, അവിടേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ട്രാവലിംഗ് ഈസ് ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആവശ്യമാണ്. ഹോളിഡേസ് ഒക്കെ എൻജോയ് ചെയ്യേണ്ടതുമാണ്. പക്ഷെ ഇറ്റ് ഈസ് ഓൺലി എ വാണ്ട്. അതൊരു നമ്മുടെ ബേസിക് നീഡ്സ് കഴിഞ്ഞതിന് ശേഷം അതിനുള്ള ഒരു ആഗ്രഹമാണ് ട്രാവൽ ആൻഡ് ഹോളിഡേസ്. അതുമാതിരിയാണ് ഗിഫ്റ്റ്സ്. ആർക്കെങ്കിലും ഒപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും സം ഗ്രേറ്റ് അച്ചീവ്മെന്റ്, റാങ്ക് കിട്ടി, അല്ലെങ്കിൽ വിവാഹം തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി, ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. പിന്നെ ലുക്കിംഗ് ഗുഡ്,
കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ടൊക്കെ കാണണം, എന്തെങ്കിലും ഒരു പാർലറിൽ പോകണം, ഇതൊക്കെ നമ്മളുടെ ഫൺ ആൻഡ് സെലിബ്രേഷൻസ്, ഇതൊക്കെ വാൺസ് ആണ്. പക്ഷെ അപ്പുറത്ത് കാണിച്ച നമ്മളുടെ ഹെൽത്ത്, ഹൗസ് റെന്റ്, ഹോം ലോൺ, ട്രാൻസ്പോർട്ട്, അവന്റെ താഴെ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്, ഇൻഷുറൻസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇൻഷുറൻസിനെ കുറിച്ച് വീണ്ടും വരും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാതെ പോകുന്നത്. അപ്പൊ നമ്മുടെ നീഡ്സ് എന്തൊക്കെയാണ്, വാണ്ട്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ വി ആർ ഗോയിങ് ടു ദ തേർഡ് തിങ്, ദ വേസ്റ്റ്. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം, തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ എക്സസീവ് ടീ ആൻഡ് കോഫി. രാവിലെ ഒരു ചായ, വൈകുന്നേരം ഒരു ചായ, അല്ലെങ്കിൽ 1-2 ചായ രാവിലെ, വൈകുന്നേരം ഒരു ചായ, ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഒരു ഗ്ലാസ് ചായ കുടിക്കണം, കാപ്പി കുടിക്കണം എന്നൊക്കെ തോന്നിയാൽ അത് ഒരു വേസ്റ്റ് തന്നെയാണ്. Then I need not tell you about smoking or going behind any drug addiction വരെ. ഇപ്പൊ എത്രയോ നിങ്ങളിപ്പോ പേപ്പർ, കഴിഞ്ഞ ഒരാഴ്ചത്തെ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ഗാംബ്ലിങ്ങിലൂടെ റമ്മി കളിച്ചിട്ട് കാശ് കയ്യിൽ നിന്ന് നഷ്ടമായി എത്ര ക്രൈംസ് ആണ്. ലീവ് അലോൺ സൂയിസൈഡ്സ്, ക്രൈംസ് അടക്കം ഇപ്പൊ നടന്നു പോകുന്നു. അപ്പോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. അപ്പൊ ഈ ക്യാമ്പസിലാണ് ഇതിന്റെ ആദ്യത്തെ ലെസൺസ് എത്തേണ്ടത്, ക്യാമ്പസിലാണ്. ഏതാണ് നമ്മുടെ നീഡ്സ്, ഏതാണ് വാണ്ട്സ്, ഏതാണ് വേസ്റ്റ്, എസ്പെഷ്യലി അഡിക്ഷൻ, ഗാംബ്ലിംഗ്, അടിപൊളിയാക്കിയിട്ടുള്ള ജീവിതം എന്നൊക്കെ പറയുന്നില്ലേ. ഓക്കെ, ഫോർ എ ഫൺ വൺസ് ഇൻ എ വൈൽ ജീവിതം അടിപൊളിയാക്കിക്കോളൂ, പക്ഷെ നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് യുവർ നീഡ്സ്, എസെൻഷ്യൽസ്. അത്യാവശ്യ കാര്യങ്ങളിൽ നമുക്ക് വളരെ അത്യാവശ്യം തന്നെയാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന എംപ്ലോയ്മെന്റ്, ഇത് രണ്ടും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡ്സ് ആണ്. അതുകൊണ്ട് ആ ഒരു ബേസിക് നീഡ്സിലേക്ക് വേണ്ട സേവിങ്സിന് വേണ്ടി വി ഷുഡ് നെവർ വേസ്റ്റ് അവർ റിസോഴ്സസ് എന്ന് പറയുന്നത്, വി ഷുഡ് നെവർ വേസ്റ്റ് അവർ മണി ആസ് വെൽ ആസ് ടൈം. ഇപ്പൊ തന്നെ ഇപ്പൊ സാറ് പറഞ്ഞു, ഫസ്റ്റ് ഇയേഴ്സിന് ആർക്കും ഇതുവരെ ഒന്ന് കാണാനോ ഒന്നിച്ച് ക്ലാസ്സിൽ വരാനോ പോലും പറ്റിയിട്ടില്ല എന്ന്. അങ്ങനെ പറ്റാതെ തന്നെ ഇപ്പൊ ഒരു അക്കാഡമിക് ഇയർ ഇതാ തീരുന്നു. ഒന്നിച്ച് ഫസ്റ്റ് ഇയർ ബികോം സ്റ്റുഡൻസിന് തമ്മിൽ കാണാതെ കോളേജിൽ വരാൻ പറ്റാതെ ഒരു അക്കാഡമിക് ഇയർ തീർന്നു പോവാണ്. അതായത് 2 സെമസ്റ്റർ അങ്ങോട്ട് തീർന്നു പോകുന്നു. അറ്റ്ലീസ്റ്റ് 3rd സെമസ്റ്ററിലെങ്കിലും ഒന്ന് കാണാൻ പറ്റും എന്ന് വിചാരിക്കുക, അത്രേ പറ്റുള്ളൂ. അപ്പോ ഒരു ക്യാമ്പസ് ലൈഫിൽ നിന്ന് കിട്ടേണ്ടതായ എല്ലാ ഫൺ, ഫ്രോളിക്, എന്റർടൈൻമെന്റ്, സ്റ്റഡി, മെച്യൂരിറ്റി എല്ലാം തന്നെ നമുക്ക് നഷ്ടമായി പോവാണ്. അപ്പോ along with money, time is also a great resource. അപ്പൊ നമ്മളത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അതിനാണ് നമ്മൾ ഇതിനെ കാറ്റഗറൈസേഷൻ വേണം എന്ന് പറഞ്ഞത്. ഓക്കെ സാർ, ഫോർ ദ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ അതിനൊരു സ്പെൻഡിങ് മന്ത്ര ഉണ്ട്, അതാണ് അടുത്ത സ്ലൈഡ്, ദ സ്പെൻഡിങ് മന്ത്ര. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ കിട്ടിയാൽ നമ്മൾ ആദ്യം സ്പെൻഡ് ഓൺ ദ നീഡ്സ് ഫസ്റ്റ്. ഏതൊക്കെയാണ് നീഡ്സ് എന്ന് വളരെ വ്യക്തമാക്കി. ഓൺ ദ വാണ്ട്സ് ലേറ്റർ. ഓക്കെ, ഒരു ടൂറിന് പോകണം, നല്ല പീക്ക് സമ്മർ ആണ്, ഒന്ന് മൂന്നാർ, പീരിമേഡ് ഒക്കെ പോകണം. ഓക്കെ, ദാറ്റ്സ് ഓൺലി എ വാണ്ട്. വി വിൽ സ്പെൻഡ് ഓൺ ദ വാണ്ട്സ് ലേറ്റർ, ബട്ട് വേസ്റ്റ് നെവർ വേസ്റ്റ് യുവർ ടൈം ആൻഡ് യുവർ മണി. ഓക്കെ സാർ, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, നൗ വേർ ടു സേവ്. പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ച് കാശ് വന്നാൽ നമ്മുടെ വീട്ടില് നമ്മുടെ കാർന്നോമാര്, മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന മാതിരി അത് വീട്ടില് മുറുക്കാനുള്ള സ്വഭാവമാണെങ്കിൽ മുറുക്കാൻ ജലത്തിൽ സൂക്ഷിച്ചു വെക്കും, അല്ലെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വെക്കും, അല്ലെങ്കിൽ തലേനയുടെ അടിയിൽ അണ്ടർ ദ പില്ലോ ഓർ അണ്ടർ ദ റൂഫ്. പഴയ ഓടിട്ട പെരകളൊക്കെ ആണെങ്കിൽ ഉത്തരത്തിന്റെ അടിയിൽ അവിടെ എവിടെയെങ്കിലും ഒരു കടലാസിലോ പെട്ടിയിലോ ഒക്കെ പൊതിഞ്ഞു വെക്കുക. ഓർ വിത്ത് ദ മണി ലെൻഡർ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. വൈ വിത്ത് മണി ലെൻഡർ? കാരണം മറ്റന്നാൾ തുടങ്ങുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ലിറ്ററസി വീക്കിലെ ഫോർ ദ ഫസ്റ്റ് മെസ്സേജ് ഈസ് ഡോണ്ട് എവർ ഗോ ടു ദ മണി ലെൻഡർ. വേണ്ടത്ര ബ്ലേഡ് കമ്പനികളാണ് നമ്മുടെ ചുറ്റും. തൃശ്ശൂർ ജില്ലയിൽ തന്നെ 4200ഓളം ബ്ലേഡ് കമ്പനികൾ പ്രവർത്തിക്കുന്നു എന്നാണ് ഗവൺമെന്റിനെ സമ്മതിക്കുന്നത്. അതിലധികം അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മൾ അറിയുന്ന തന്നെ മണി ലെൻഡേഴ്സ് ഏകദേശം 4000-ന് മീതെയാണ് തൃശ്ശൂർ ജില്ലയിൽ മാത്രം, ലീവ് അലോൺ കേരള. അപ്പോ എന്താണ് ഒരു മണി ലെൻഡർ ബ്ലേഡ് കമ്പനി എന്ന് അറിയാലോ നിങ്ങൾക്ക്. കാരണം കേരള മണി ലെൻഡേഴ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അവിടെ ഒരാൾക്ക് ഒരു 100 രൂപ കടം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പിരിക്കാവുന്ന പലിശയ്ക്ക് ഇവിടെ ദർ ഇസ് എ കൺട്രോൾ. ആ കൺട്രോൾ ചെയ്യുന്ന ആക്ടാണ് കേരള മണി ലെൻഡേഴ്സ് ആക്ട്. അത് പ്രകാരം നമ്മൾ എക്സസീവ് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് നമ്മൾ ആരുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങിച്ചാൽ പോലീസിന് കേസെടുക്കാം. ഇറ്റ് ഇസ് എ ക്രിമിനൽ ഒഫൻസ്.
അപ്പൊ മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ ഒരിക്കലും നമ്മളെ കാശ് എത്തിക്കാവുന്ന രീതിയിൽ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കരുത്. ആരെങ്കിലും പറയാണ് നമ്മളെ അടുത്ത് വന്ന് നിങ്ങൾ ഒരു 2 ലക്ഷം രൂപ തന്നാൽ 6 മാസത്തിനകം ഞങ്ങളത് ഇരട്ടിച്ചു തരാം. 2 ലക്ഷം രൂപ ഇപ്പൊ ഈ ഫെബ്രുവരിയിൽ തന്നാൽ അത് സെപ്റ്റംബർ ഒക്ടോബർ ആവുമ്പോഴേക്കും 4 ലക്ഷം രൂപ തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്രോച്ച് ചെയ്യാവുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. ദീസ് ആർ ഓൾ ബ്ലേഡ് ഓർ അതർവൈസ് നോൺ ആസ് ബ്ലേഡ് മണി ലെൻഡേഴ്സ്. ഈ നോട്ട് ഇരട്ടിക്കൽ ഇതൊക്കെ ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ്. നെവർ ഫോൾ എ പ്രേ ടു ഇൻ ദെയർ ഹാൻഡ്സ്. വാട്ട് അബൌട്ട് ഇറ്റ് സേഫ്റ്റി ഫ്രം റാറ്റ്സ് ഓർ പെസ്റ്റ്? വീട്ടിലൊക്കെ സൂക്ഷിക്കുന്നതിന് ഇതൊരു ബുദ്ധിമുട്ടാണ്. അത് ഏതെങ്കിലും ചെതലരിച്ചു പോവാം, അല്ലെങ്കിൽ എലി കടിക്കാം, അല്ലെങ്കിൽ കള്ളന്മാര് കട്ടുകൊണ്ട് പോവാം, തീവ്സ്. എത്രയോ കോൺക്രീറ്റ് വീടുകൾക്ക് അകത്തടക്കം ഇപ്പൊ കള്ളന്മാര് കയറുന്നു. പിന്നെ വേറൊരു വലിയ ബുദ്ധിമുട്ട്, നമ്മൾ കാശ് അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് കഴിഞ്ഞ 2 വർഷം മുമ്പ് നവംബറിൽ നടന്ന മാതിരി ഒരു ഡിമോണിറ്റൈസേഷൻ വന്നാലോ, നിങ്ങൾ പഴയ രീതിക്ക് വെച്ചിട്ട് 1000-ന്റെ നോട്ട് കുറെ വാങ്ങിച്ച് സൂക്ഷിച്ച് വീട്ടിൽ വെച്ചാൽ ഓൺ എ ഫൈൻ മോർണിംഗ് പറയില്ല, ഗവൺമെന്റ് വിൽ ഗിവ് യു ടൈം. പക്ഷെ ഡിമോണിറ്റൈസേഷൻ വന്നാൽ നിങ്ങൾ ക്യാഷ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചതൊക്കെ യാതൊരു പ്രയോജനമില്ലാതെയായി മാറും. പിന്നെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വെൻ യു ഹാവ് ഇനഫ് മണി വിത്ത് യു, യു പുട്ട് ഇറ്റ് ഇൻ ദ ബാങ്ക്. അത് കയ്യിൽ ക്യാഷ് ആയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഡിമോണിറ്റൈസേഷൻ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ദെൻ ദ വെരി ഇമ്പോർട്ടന്റ് തിങ് ഈസ് ടെംപ്ടേഷൻ ടു സ്പെൻഡ്. കയ്യിലിരിക്കുന്ന കാശ്, അത്യാവശ്യം കാശ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. കറങ്ങി അടിച്ചിട്ട് വരുമ്പോൾ എവിടെയെങ്കിലും എത്തിയാൽ തോന്നും ഒന്ന് ഹോട്ടലിൽ കയറി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചുരുക്കം ഒരു കറക്കം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 500 രൂപ കയ്യിൽ നിന്ന് പോയി കിട്ടും. കയ്യിൽ നിന്ന് അത് മാത്രമല്ല, ടെംപ്ടേഷൻ ടു ബോറോ. കയ്യിൽ കാശില്ലെങ്കിൽ ഉടനെ അടുത്ത ആളോട് ചോദിക്കുകയായി കുറച്ച് കാശ് കടം തരാമോ എന്ന്. അവര് തരുമായിരിക്കും, പക്ഷേ നത്തിങ് കംസ് ഫ്രീ ഇൻ ദിസ് വേൾഡ്. ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ആർക്കും ഒന്നും സൗജന്യമായിട്ട് കൊടുക്കില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു 10,000 രൂപ തന്നുവെങ്കിൽ 3 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു കൊണ്ടു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ 10,000 രൂപയ്ക്ക് 10,000 രൂപ അന്ന് തന്നല്ലേ, ഇപ്പൊ ഒന്നും കൂടുതൽ തരാല്ലേ, പലിശയില്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് നത്തിങ് കംസ് ഫ്രീ ഇൻ ദിസ് വേൾഡ്. അതുകൊണ്ട് ടെംപ്ടേഷൻ ടു ബോറോ, അതിന് നിങ്ങൾ എപ്പോഴും റെസിസ്റ്റ് ചെയ്തേ മതിയാവൂ. ഓക്കെ സർ, നെക്സ്റ്റ് സ്ലൈഡ്. വൈ സേവ് ഇൻ എ ബാങ്ക്? അങ്ങനെ നമ്മളിപ്പോ ബാങ്കിലേക്ക് എത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്കിൽ അക്കൗണ്ട് എന്ന് അറിയാം, അതുകൊണ്ട് വളരെ പെട്ടെന്ന് പോട്ടെ. അത് സേഫ്, ദാറ്റ് ഈസ് സേഫ്. ദേ വിൽ നോട്ട് ബി ചാർജിങ്, നോ ചാർജിങ് ഓഫ് ഫീ. ഒരു ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ഇപ്പോ ഒരു ബാങ്ക് ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ദാറ്റ് ഈസ് എ സീറോ ബാലൻസ് അക്കൗണ്ട്, അതർവൈസ് നോൺ ആസ് പ്രധാനമന്ത്രി ജൻധൻ യോജനയിലുള്ള PMJDY അക്കൗണ്ട്. ഇപ്പൊ ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ഇപ്പോ ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് വേണമെന്നില്ല. ഈവൻ വിത്ത് എ സീറോ ബാലൻസ് അക്കൗണ്ട് യു ക്യാൻ സ്റ്റാർട്ട് എ സീറോ ബാലൻസ് അക്കൗണ്ട് വിത്ത് ഓൾ ദ ബാങ്ക്സ്. ഈ ബാങ്കിൽ, ആ ബാങ്കിൽ, ഈ ബാങ്കിൽ അങ്ങനെയൊന്നുമില്ല. എനി ബാങ്ക് യു ക്യാൻ ഹാവ് എ സീറോ ബാലൻസ് അക്കൗണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടോ അത്രയും അതിന് ഇൻട്രസ്റ്റ് കിട്ടും. നിങ്ങൾ ഇന്നലത്തെ പേപ്പർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമായിരിക്കും. ആരെങ്കിലും ഇതിൽ 18 വയസ്സിന് താഴെയാണെങ്കിൽ, 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കടക്കം ഇപ്പോൾ ഇന്നലത്തെ പേപ്പറിലുണ്ട് ഫെഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ് ഫെഡറൽ ബാങ്ക് ഒരു സ്പെഷ്യൽ ഡെപ്പോസിറ്റ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അതില് 2,500 രൂപ വീതം ദിവസം പിൻവലിക്കാവുന്ന ഒരു ATM കാർഡ് അടക്കം കൊടുക്കും. ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കടക്കം ATM കാർഡ് കൊടുക്കാം എന്നുള്ള രീതിയായി. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഡിജിറ്റൽ ഫൈനാൻഷ്യൽ ലിറ്ററസി എത്തണം എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യം കാണിക്കുകയാണത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 2,500 രൂപ വരെ ATM-ൽ പിൻവലിക്കാം. 10,000 രൂപ വരെ കടകളിൽ പോയി POS മെഷീനിലൂടെ സാധനങ്ങൾ വാങ്ങിക്കാനും പറ്റും. ഇതെല്ലാം 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരുടെ കാര്യമാണ്. 18 വയസ്സ് കഴിഞ്ഞാലോ ഒരു പ്രോപ്പർ ATM കാർഡ് തന്നെ കിട്ടും. ഇതിനെല്ലാം തന്നെ യു ഷുഡ് ഹാവ് ആൻ അക്കൗണ്ട് വിത്ത് ദ ബാങ്ക്. നെക്സ്റ്റ് വൺ, ക്യാൻ ഓൾസോ യൂസ് വെനെവർ ദ നീഡ് ഈസ് ദെയർ. ഇപ്പൊ നിങ്ങൾക്ക് പുതുക്കാടാണ്, അല്ലെങ്കിൽ ആമ്പല്ലൂരാണ്, അല്ലെങ്കിൽ കൊടകരയാണ് നിങ്ങളുടെ വീട്, അവിടെയാണ് നിങ്ങളുടെ അക്കൗണ്ട്. നാളെ നിങ്ങൾ ഡൽഹിക്ക് പോകുന്നു, ആഗ്രയിൽ പോകുന്നു, കൽക്കട്ടയ്ക്ക് പോകുന്നു, നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ടൂറിന് പോയതാണ്, അവിടുത്തെ ATM-ലും നിങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാശ് എടുക്കാൻ പറ്റും. ദെൻ ട്രാൻസാക്ഷൻസ് ആർ ട്രാൻസ്പെറന്റ്. നിങ്ങൾ എത്ര കാശ് അടച്ചു, എത്ര എടുത്തു എന്നുള്ളത് എപ്പോൾ വേണമെങ്കിൽ ബാങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ATM പോയാലും നിങ്ങൾ എന്താണ് നിങ്ങളുടെ പാസ്റ്റ് 5 എൻട്രീസ് ഏതൊക്കെയാണ്, നിങ്ങൾ എപ്പോഴാണ് കാശ് എടുത്തത്, എപ്പോഴൊക്കെയാണ് കാശ് അടച്ചത് നിങ്ങൾക്ക് കാണാം.
പിന്നെ ബാങ്ക്സ് ഓഫർ ലോട്ട്സ് ഓഫ് അതർ യൂസ്ഫുൾ സർവീസസ്, ഫോർ എക്സാമ്പിൾ ലോൺസ്, റെമിറ്റൻസ് ആൻഡ് നോമിനേഷൻ. ലോൺ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ വായ്പ. നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും തന്നെ അറിയുണ്ടാവും, പല ആൾക്കാരും വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടുണ്ടാവും. വിദ്യാഭ്യാസ വായ്പ ഇന്ന് മുൻഗണനാ ക്രമത്തിൽ പെട്ടതാണ്, പ്രയോറിറ്റിയാണ്. അതുകൊണ്ട് ധാരാളം ബാങ്കുകൾ ഇതിനു വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു മോണിറ്ററിംഗ് കമ്മിറ്റി തന്നെ ഉണ്ട്. തൃശ്ശൂർ ജില്ലാ കളക്ടറാണ് മോണിറ്റർ ചെയ്യണത്. ഇത് അതിന്റെ ഇമ്പോർട്ടൻസ് ആലോചിച്ച് നോക്കിക്കോളൂ. വിദ്യാഭ്യാസ വായ്പ ബാങ്ക്സ് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന കമ്മിറ്റി ഹെഡ് ചെയ്യുന്നത് അതാത് ജില്ലകളിലെ ഡിസ്ട്രിക്ട് കളക്ടറാണ്. അത് കഴിഞ്ഞാൽ റെമിറ്റൻസ്, സപ്പോസ് യു ആർ ഗെറ്റിംഗ് എ ജോബ് അബ്രോഡ്, ഇത് കഴിഞ്ഞു പുറത്തെങ്ങാനും ഇന്ത്യക്ക് പുറത്ത് ദുബായിലോ ഗൾഫിലോ എവിടെയെങ്കിലും ജോലി കിട്ടി പോവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കാശ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ അക്കൗണ്ട് വേണം, ഒരു NRI അക്കൗണ്ട് വേണം. അതിലൂടെ മാത്രമേ റെമിറ്റൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഫൈനലി നോമിനേഷൻ. നമുക്ക് കുറച്ച് പ്രായമായി, നമ്മളുടെ കാലശേഷം ആർക്കാണ് നമുക്ക് ഈ ഡെപ്പോസിറ്റ് ഒക്കെ പോകണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ബാങ്കിൽ ഒരു നോമിനിയെ കൊടുക്കാൻ പറ്റും. നോമിനേഷൻ രജിസ്റ്റർ ചെയ്യാം. നോമിനേഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലത്തിന് ശേഷം ഈ ഫണ്ട്സ് മുഴുവൻ നിങ്ങളുടെ നോമിനിക്ക് ബാങ്ക് കൊടുത്തോളും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെയായി. സർ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. സർ, അടുത്ത സ്ലൈഡ്. അഡ്വാൻറ്റേജസ് ഓഫ് എ ബാങ്ക് അക്കൗണ്ട്. ഒന്ന്, ഐഡന്റിറ്റി. ഇപ്പൊ പല കാര്യങ്ങളും, ഇപ്പൊ നിങ്ങളൊരു പുതിയ വാഹനം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അവര് നിങ്ങൾ ബാങ്ക് പാസ്ബുക്കിന്റെ ഫസ്റ്റ് പേജ് വേണം എന്ന് പറയും. അത് നിങ്ങളുടെ ഐഡന്റിറ്റി അറിയാനാണ്. നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണോ, നിങ്ങളൊരു നോൺ റെസിഡന്റ് ആണോ, നിങ്ങൾ ഇന്ത്യയിൽ തന്നെ സ്ഥിരമായി താമസിക്കുകയാണോ, ഒരു പ്രൊഫഷണൽ ആണോ, നിങ്ങൾക്ക് റെഗുലർ ഇൻകം ഉണ്ടോ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു പൈസ ബോറോ ചെയ്തിട്ട് ഡിഫോൾട്ടിലാണോ, ഇതൊക്കെ അറിയാൻ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. ട്രാൻസാക്ഷൻസ് ആർ ട്രാൻസ്പെറന്റ്. എത്ര രൂപ നിങ്ങൾ പൈസ അക്കൗണ്ടിൽ അടച്ചിട്ടുണ്ട്, എത്ര അടച്ചിട്ടുണ്ട് എന്നെല്ലാം കാണാം. നോൺ ഡിസ്ക്രിമിനേറ്ററി. ദെൻ സേഫ്റ്റി ഓഫ് മണി. ഇതൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലുള്ള സൗകര്യമാണ്. സേവിങ്സ്, റിക്കറിംഗ് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ആർ അക്കോർഡിംഗ് ടു അവർ നീഡ്സ്. നിങ്ങൾക്ക് ഒരു മന്ത്ലി ഇൻകം വന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ആ മന്ത്ലി ഇൻകം നിങ്ങൾക്ക് റെഗുലറായി സേവ് ചെയ്ത് അതിന് കുറച്ചുകൂടി സേവിങ്സിനേക്കാൾ കുറച്ചുകൂടി പലിശ കിട്ടാനുള്ള ഒരു വഴിയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. എല്ലാ ബാങ്കുകളിലും റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഇതിന് പുറമെ നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ചു, കേരള സർക്കാരിന്റെ ഒരു സ്ത്രീനിധി, നാരി ശക്തി ലോട്ടറി അടിച്ചു, ഒരു 35 ലക്ഷം രൂപ കയ്യിൽ കാശ് വന്നു. ഇത് എവിടെ കൊണ്ട് വെക്കും? കാരണം സ്വർണം വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞാൽ സ്വർണത്തിന്റെ ഒക്കെ വില കുറഞ്ഞുകൊണ്ടിരിക്കും പലപ്പോഴും. അത് ഇന്റർനാഷണൽ ഗോൾഡ് മാർക്കറ്റിലുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വളരെ സെക്യൂർ ആണ്. പലിശ കുറച്ച് കുറവായിരിക്കാം, പക്ഷെ വളരെ സെക്യൂർ ആയ ഗവൺമെന്റ് ഗ്യാരണ്ടി ഉള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ്സുകൾ ഉണ്ട്. ഇതുകൊണ്ട് ഇതൊക്കെയാണ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഉള്ള അഡ്വാൻറ്റേജസ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് സർ. സർ, നെക്സ്റ്റ് സ്ലൈഡ്. Okay, next slide. Wages and salary directly credited to the account. നമുക്കൊരു മന്ത്ലി ഇപ്പൊ എവിടെ മിക്കവാറും എല്ലാ ഓർഗനൈസേഷനിലും, സപ്പോസ് യു ഗെറ്റ് എംപ്ലോയിഡ് ഇൻ ഇന്ത്യൻ ഓയിൽ ഓർ ONGC ഓർ ഇപ്പൊ നിങ്ങളെല്ലാവരും BCom സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് പല ആൾക്കാർക്കും ബാങ്കിൽ കയറണമെന്നുണ്ടാവും, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെന്നുണ്ടാവും. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സാലറി ഇറ്റ് വിൽ ബി ഡയറക്ട്ലി ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട്. പിന്നെ ഓൾ സോഷ്യൽ ബെനിഫിറ്റ്സ് ലൈക്ക് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഏജൻസി, അതാണ് MGNNREGA എന്ന് കാണിക്കുന്നത്. അതായത് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള വേജസ്, പെൻഷൻ. ഇപ്പൊ പെൻഷന് വേണ്ടി ഇപ്പൊ സർക്കാർ ജോലി കിട്ടിയില്ലെങ്കിലും പെൻഷനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ സ്വന്തമായി ഒരു ജോലി നിങ്ങൾ തുടങ്ങുകയാണ്, ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നു, വളരെ വലിയ രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനുള്ള ഇൻഡസ്ട്രി, നിങ്ങൾക്ക് ഒരു പെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ സ്കീം തന്നെയുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീം അടൽ പെൻഷൻ യോജന എന്നൊരു പദ്ധതി ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പിറകെ പറയാം. ഡയറക്ട്ലി ക്രെഡിറ്റഡ് ടു ദ ബാങ്ക് അക്കൗണ്ട് ത്രൂ ഇലക്ട്രോണിക് ബാങ്ക് ട്രാൻസ്ഫർ, EBT. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കാശ് വന്നോളും. ഇപ്പൊ നിങ്ങൾ ഗ്യാസിന്റെ സബ്സിഡി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയിട്ട് വരികയാണല്ലോ, അതേപോലെ ഇതും വരും. ഡെപ്പോസിറ്റ് ഓർ വിഡ്രോവൽ ആസ് പെർ നീഡ്. ആവശ്യമുള്ള കാശ് നമുക്ക് എടുക്കണ്ടു. നമ്മളൊരു സ്വന്തമായ സംരംഭം തുടങ്ങുന്നു, അതിനൊരു 4 ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് ആണ് എങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റിന് നിങ്ങൾക്ക് ആദ്യം 50,000 രൂപ ആവശ്യമുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ എടുത്താൽ മതി. അതിനുള്ള പലിശ എത്ര ദിവസത്തേക്ക് നിന്നോ അത്ര പലിശയെ ബാങ്കുകൾ വാങ്ങിക്കുള്ളൂ. അല്ലാതെ ബ്ലേഡ് കമ്പനി കാണിക്കുന്ന മാതിരി 4 ലക്ഷം രൂപയ്ക്കും 2 വർഷത്തേക്കുള്ള പലിശ ബാങ്കുകൾ വാങ്ങിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലോൺ ഫ്രം ദ ബാങ്ക് ഇൻ കേസ് ഓഫ് നെസസിറ്റി. ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വന്നാൽ ബാങ്കുകാർ നിങ്ങൾക്ക് ലോൺ തരും. ഈവൻ ഫോർ പ്രധാനമന്ത്രി ജൻധൻ യോജന, സാധാരണ ഒരു
ഏറ്റവും ബേസിക് സേവിങ്സ് അക്കൗണ്ടിനടക്കം നിങ്ങൾക്ക് ഇൻ കേസ് ഓഫ് നീഡ് 10,000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് തരാൻ ബാങ്ക് മാനേജർക്ക് അധികാരമുണ്ട്. ദെൻ ഓഫ് കോഴ്സ് സെൻഡിങ് റെമിറ്റൻസ് ത്രൂ ദ ബാങ്ക് ഒക്കെ നിങ്ങൾ ധാരാളം RTGS, NEFT, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സിസ്റ്റം, IMPS, കുറച്ച് കഴിഞ്ഞാൽ വരും. ഞാൻ ഡിജിറ്റലിലേക്ക് പറയുമ്പോൾ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയും. ഇപ്പൊ ഒരു ആധാർ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ചെയ്യാം. അതേമാതിരി QR കോഡ്, ഭീം ആപ്പ്, ഭാരത് ഇന്റർഫേസ് ഫോർ മണി എന്നൊക്കെ നിങ്ങൾ ഇതൊക്കെ സാധാരണ കേൾക്കാറുള്ളതാണ്. ഇതാണ് നമ്മളുടെ ഡിജിറ്റൽ വിപ്ലവം. നമ്മൾ 2018 ശേഷം വളരെയധികം മുന്നോട്ട് വന്നു. അതുകൊണ്ടാണ് നമുക്ക് നിപ്പ വന്നപ്പോൾ, കോഴിക്കോട് ഭാഗത്തൊക്കെ നിപ്പ എന്നൊരു രീതിയിൽ ഒരു എപ്പിഡമിക് വന്നപ്പോൾ അതിൽ കുറച്ച് പിടിച്ചു നിർത്താൻ പറ്റിയത് തന്നെ ഇത്തരം ഡിജിറ്റൽ കാര്യങ്ങളെ കൊണ്ടാണ്. പിന്നെ ഇപ്പോ ബാങ്കുകളിലൊക്കെ എത്ര പേര് ബാങ്കിൽ പോവാതെ തന്നെ കാര്യങ്ങൾ നടത്തുന്നു. നെറ്റ് ബാങ്കിങ്, ഇന്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് ഒക്കെ എത്ര സാധാരണമായി കഴിഞ്ഞു എന്ന്. തൃശ്ശൂരില് കേന്ദ്ര സർക്കാർ ഈ ഉന്തുവണ്ടികളിൽ നടന്ന സാധനം വിൽക്കുന്ന ആൾക്കാർക്ക് ഈ COVID-19 വന്നപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് തരണം ചെയ്യാനായി അവർക്ക് പ്രധാനമന്ത്രി സ്ട്രീറ്റ് ഡി എന്നൊരു പദ്ധതി ഇപ്പൊ നടപ്പിലാക്കുന്നുണ്ട്. ഈ ഉന്തുവണ്ടി കൊണ്ടു നടന്ന് വിൽക്കുന്ന ആൾക്കാർക്കടക്കം QR കോഡ് കൊടുത്തിരിക്കുകയാണ്. QR കോഡും കൊടുത്ത് അവർക്ക് ഇനീഷ്യൽ ക്യാപിറ്റൽ ഫോർ റണ്ണിങ് ദിയർ ബിസിനസ് ഗവൺമെന്റ് കൊടുത്തിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏകദേശം 700ഓളം പേർക്ക് ഇതിലുള്ള സഹായധനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും QR കോഡും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലാണ് ഡിജിറ്റലി നമ്മൾ അഡ്വാൻസ് ചെയ്തു പോയിരിക്കുന്നത്. ഇതിനോടുകൂടി ഒരു കാര്യം കൂടെ പറയട്ടെ. കേരളത്തിൽ ഒട്ടാകെ വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ല മാത്രമാണ് 100% ഡിജിറ്റൽ ലിറ്ററസിക്കായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബൈ മാർച്ച് 2021. ഈ വരുന്ന മാർച്ചിനോടുകൂടി തൃശ്ശൂർ ഡിസ്ട്രിക്ട് വിൽ ബി കൺസിഡേർഡ് ആസ് 100% ഡിജിറ്റൽ. എല്ലാ ട്രാൻസാക്ഷൻസും ഡിജിറ്റലാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റും റിസർവ് ബാങ്കും തീരുമാനിച്ച പ്രോഗ്രാമാണ് ഡിജിറ്റൽ തൃശ്ശൂർ ബൈ മാർച്ച് 2021. ആക്ച്വലി ഡിജിറ്റൽ തൃശ്ശൂർ ബൈ സെപ്റ്റംബർ 2020 ആണ് തീരുമാനിച്ചിരുന്നത്. അത് കോവിഡ് എന്ന പാൻഡമിക് വന്നതുകൊണ്ട് 6 മാസത്തേക്ക് ഡിലേ ആയി. ഇപ്പൊ തന്നെ പല ബാങ്കുകളും 100% കസ്റ്റമേഴ്സിനും റുപേ കാർഡ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ റുപേ കാർഡ് എന്താണെന്നുള്ളത് അതിലേക്കാണ് ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരുന്നത്. സർ, നെക്സ്റ്റ് സ്ലൈഡ് സർ. ഹൗ ടു ഓപ്പൺ എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഫിൽ അപ്പ് ദ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം. വളരെ ഓൺലൈൻ തന്നെ ചെയ്യാൻ പറ്റും. ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ്. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ബാങ്ക്, ഏത് ബാങ്ക് ആയാലും മതി. പക്ഷെ ഒരു കാര്യം, അവർക്ക് നോ യുവർ കസ്റ്റമർ, നിങ്ങളുടെ ഇടപാടുകാരനെ അറിയുക എന്ന ഒരു KYC നോംസ് ഉണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി വേണം, പ്രൂഫ് ഓഫ് റെസിഡൻസ് വേണം. നിങ്ങളുടെ ആധാർ കാർഡ് ആയാൽ മതി, ഇലക്ഷൻ കാർഡ് ആയാൽ മതി, ഡ്രൈവിംഗ് ലൈസൻസ് ആയാൽ മതി. ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡും ഒരു ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫും ഒരു പ്രൂഫ് ഓഫ് റെസിഡൻസ്, റേഷൻ കാർഡ് ആയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജ് എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. നോട്ട് നെസസറിലി നിങ്ങളുടെ കയ്യിലെ ആദ്യം ഇനീഷ്യൽ ഡെപ്പോസിറ്റ് വേണമെന്നില്ല. നിങ്ങൾക്കൊരു ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഡോക്യുമെന്റ്സ് മതി. ഓക്കെ സർ, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി. ഇപ്പൊ ഇതെല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ തന്നെ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ സീറോ ബാലൻസ് അക്കൗണ്ട്, നിങ്ങൾക്ക് ഒരു ATM ഡെബിറ്റ് കാർഡ് തരും. ATM ഡെബിറ്റ് കാർഡ് ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതൊന്നും എടുക്കാൻ പറ്റുള്ളൂ. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് തരുന്ന ഒരു ക്ലീൻ ലോൺ പോലെയാണ്. ആ ക്ലീൻ ലോണിന് ബാങ്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത് തുടങ്ങും. ATM കം ഡെബിറ്റ് കാർഡിന് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള കാശ് എടുക്കുകയാണ്. പക്ഷെ അതിന് അതുകൊണ്ട് ഒരു പലിശയുമില്ല. എല്ലാവർക്കും ഓരോ ATM കാർഡ്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ സീറോ ബാലൻസ് അക്കൗണ്ട് നിങ്ങൾക്ക് തരും. പക്ഷെ ഒരു കാര്യം, ATM കാർഡ് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഒരു കാരണവശാലും നിങ്ങളുടെ പിൻ പാസ്വേഡ് പുറത്തേക്ക് പറഞ്ഞു കൊടുക്കരുത്. കാരണം പറഞ്ഞു കൊടുത്ത് വേറൊരാളുടെ കയ്യിൽ കിട്ടിയാൽ അവർക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു നമ്പർ മാറ്റിക്കൊണ്ടിരിക്കണം. ഒരേ പിൻ നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കരുത്. പിൻ നമ്പർ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന 1234 അല്ലെങ്കിൽ 4321 എന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന രീതിയിലുള്ള
പിൻ നമ്പർ 9999 അങ്ങനെയൊന്നും പിൻ നമ്പർ വെക്കരുത്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾ ജനിച്ച വർഷം ഓർമ്മയുണ്ടാവും. നിങ്ങൾ 93, 94 അല്ലെങ്കിൽ 96 ജനിച്ച ആൾക്കാരായിരിക്കും. 1996 പിൻ വെക്കാം, അല്ലെങ്കിൽ 6991 എന്ന് അതിന്റെ റിവേഴ്സ് വെക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. പിൻ നമ്പർ എളുപ്പത്തിൽ അറിയുന്നത് വെക്കരുത്. അത് കാർഡ് കളവ് പോയാൽ കിട്ടുന്ന ആൾക്കാരെ ഇതൊക്കെ ട്രൈ ചെയ്യും. അതുകൊണ്ടാണ് ഇത് വെക്കരുത് എന്ന് പറയാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് സർ. ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം, AEPS എന്നുള്ളതാണ്. എല്ലാവർക്കും ആധാർ ഉണ്ടാവും. ആധാർ അല്ലെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാവരും ഇപ്പോൾ ജനിച്ച കുട്ടികൾക്കടക്കം ആധാർ എടുക്കണം. ഈ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. 100% ലിങ്ക് ചെയ്തിരിക്കണം. ലിങ്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് AEPS വഴിക്ക് ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും ചെന്നൈയിലോ കൽക്കട്ടയിലോ ഉണ്ട്, അവർക്ക് ഒരു 10,000 രൂപ അയക്കണം എന്നുണ്ടെങ്കിൽ AEPS വഴിക്ക് അയക്കാം. ബാലൻസ് എൻക്വയറി നോക്കാം, ക്യാഷ് ഡെപ്പോസിറ്റ് ഓർ വിഡ്രോവൽ നടക്കാം, ഇന്റർ ബാങ്ക് ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കാം. ഇതെല്ലാം ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം AEPS വഴിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സർ നെക്സ്റ്റ് കാർഡ് സർ. നെക്സ്റ്റ് സ്ലൈഡ്. കാർഡ്സ് ബാർ POS. ഇപ്പൊ നിങ്ങൾ ഏത് കടയിൽ പോയാലും എല്ലാ ദിക്കിലും ഈ ഒരു POS മെഷീൻ കാണാം. POS എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് സെയിൽസ് എന്നർത്ഥം. പോയിന്റ് ഓഫ് സെയിൽസിലെ ഇലക്ട്രോണിക് ഡാറ്റ ക്യാപ്ചറിങ് നടക്കണമെന്നുണ്ട്. അവിടെയുള്ള മെഷീൻസിന് അവിടെ ഇലക്ട്രോണിക് ഡാറ്റ ക്യാപ്ചർ പോയിന്റ് ഓഫ് സെയിൽസ് മെഷീൻ എന്നാണ് ഒരു ചെറിയ ഒരു സാധനം. നിങ്ങൾക്ക് അടുത്ത സ്ലൈഡ് വരുമ്പോൾ കാണാം. അതിന്റെ ഒരു പിക്ചർ ഉണ്ട്. അതിൽ നിങ്ങളുടെ കാർഡ് സ്വൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പിൻ നമ്പർ അടിക്കുക. പിൻ നമ്പർ വളരെ രഹസ്യമായ ഒരു സംഭവമാണ്. ആ പിൻ നമ്പർ നിങ്ങൾ അടിക്കുമ്പോൾ, അതിപ്പോ 1996 ആണെങ്കിൽ അത് അടിക്കുമ്പോൾ നിങ്ങൾ ഇടത് കൈ കൊണ്ട് അത് മറച്ച് വലത് കൈ കൊണ്ട് അടിക്കുക. കാരണം ഏകദേശം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും, അഥവാ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലാണ് പോണെങ്കിൽ മോളില് ഒരു CC ക്യാമറ, TV ക്യാമറ കാണും. നിങ്ങൾ കൈകൊണ്ട് മറിച്ചില്ലെങ്കിൽ നിങ്ങൾ അടിക്കുന്ന പിൻ നമ്പർ ആ ക്യാമറയിലൂടെ പിടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും യു ആർ ഓൾവേസ് വാച്ച്. ഒരു CCTV ക്യാമറ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അതേമാതിരി ATMന്റെ അകത്ത് പോകുമ്പോഴും ATMന്റെ അകത്ത് പോയി കാർഡ് ഇട്ടിട്ട് നിങ്ങൾ പിൻ നമ്പർ അടിക്കുമ്പോൾ പിൻ നമ്പർ അടിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടത് കൈ കൊണ്ട് മറച്ചു പിടിച്ചിട്ട് വേണം പിൻ നമ്പർ അടിക്കാൻ. മാത്രമല്ല കാർഡ് POS സെയിൽസിലെ ഗെറ്റ് എ റെസീറ്റ്, തീർച്ചയായിട്ടും നിങ്ങളുടെ റെസീറ്റ് നിങ്ങൾ വാങ്ങിക്കണം. അത്രേ വേണ്ടൂ. കയ്യിൽ കാശ് കൈ കൊണ്ട് തൊടണ്ടാത്ത ചുറ്റുപാടിലേക്ക് നമ്മൾ കാര്യങ്ങൾ കയറ്റി കഴിഞ്ഞു. ഇനി അടുത്ത സ്ലൈഡ് UPI കുറിച്ചിട്ടാണ്. UPI എന്നുള്ളതിന്റെ ഫുൾ ഫോം യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഇത് ഇന്ത്യ ഒട്ടാകെ നടപ്പാക്കുന്ന USSDയുടെ കീഴിൽ നടപ്പാക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇറ്റ് ഈസ് ആസ് ഈസി ആസ് സെൻഡിങ് എ മെസ്സേജ് ഫ്രം യുവർ ഫോൺ. എവറി ബാങ്ക് ഹാസ് ഇറ്റ്സ് ഓൺ മൊബൈൽ ആപ്പ്. ഏത് ബാങ്കിന്റെ മൊബൈൽ ആപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിൾ പേയിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാവുന്ന കാര്യമുള്ളൂ. എല്ലാ ബാങ്കിന്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എല്ലാ ബാങ്കിന്റെ മറ്റേ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പൊ ചില ബാങ്കിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിന് നിങ്ങളുടെ ATM കാർഡിനെ ലോക്ക് ചെയ്യാൻ വരെയുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ആണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചില SIB മിറർ, SIB ലോക്ക് എന്നൊക്കെ സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ATM കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ATM കാർഡിനെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്താൽ അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാർഡ് പോയാലും അത് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സൗകര്യമുണ്ട്. അപ്പോൾ ഫോർ ദാറ്റ് വാട്ട് യു ഹാവ് ടു ഡു, രജിസ്റ്റർ യുവർ മൊബൈൽ നമ്പർ അറ്റ് ദ ബാങ്ക് ബാർ ATM. അത് വളരെ പ്രധാനം. അത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ദ UPI ആപ്പ് ഓൺ യുവർ മൊബൈൽ, മേക്ക് യുവർ യുണീക്ക് ID ആൻഡ് സെറ്റ് യുവർ UPI പിൻ. ഇത് രണ്ടും വളരെ ശ്രദ്ധിക്കണം. ID ക്രിയേറ്റ് ചെയ്യണതും UPI പിൻ ക്രിയേറ്റ് ചെയ്യണതും വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോണിൽ തന്നെ എഴുതി വെക്കരുത്. അത് ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾ മറന്നു പോവുകയും വരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ അത് ഇരിക്കും വേണം. Now you can transact from anywhere. You can now transact from anywhere എന്നും കൂടി ആ സ്ലൈഡിലുണ്ട്. സർ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇതാണ് ഇപ്പോഴത്തെ പുതിയ സേവിങ്സ്. ഇതാ വരുന്നു. ഇതിന്റെ റൈറ്റ് എൻഡില്
പോയിന്റ് ഓഫ് സെയിൽസ് മെഷീന്റെ ഒരു ചെറിയ ചിത്രം കാണാം. ഇതിപ്പോ നിങ്ങൾക്ക് ധാരാളം കടകളിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിക്കാം. റേഷൻ ഷാപ്പിലടക്കം POS മെഷീനാണ്. റേഷൻ ഷാപ്പിലടക്കം പോയി കഴിഞ്ഞാൽ POS മെഷീൻ വഴിക്കാണ് നമുക്ക് നമ്മുടെ പേയ്മെന്റ് ഒക്കെ നടത്തുന്നത്. പക്ഷെ അതിന്റെ എവല്യൂഷൻ ഏത് രീതിക്ക് വന്നു എന്ന് കാണാം. ആദ്യം ബാങ്ക് എല്ലാം ബ്രിക്ക് ആൻഡ് മോർട്ടർ ബാങ്കിങ് ആണ് ആദ്യത്തേന് പറയാ. ലെഫ്റ്റ് എൻഡിൽ കാണാം ഒരു ബാങ്ക് ബിൽഡിങ്ങിൽ പോയിട്ട്, ഇപ്പൊ നിങ്ങളുടെ കോളേജിന്റെ അടുത്ത് തന്നെ ധാരാളം ബാങ്ക് ബ്രാഞ്ചസ് ഉണ്ട്. ബസ് സ്റ്റോപ്പിൽ അവിടെ വേറെ ധാരാളം ബാങ്ക് ബ്രാഞ്ചസ് ഉണ്ട്. അതൊരു ബ്രിക്ക് ആൻഡ് മോർട്ടർ ബാങ്ക് ആണ്. അവിടെ ഫിസിക്കലായിട്ട് പോയിട്ട് കാശ് എടുക്കാം. ഇല്ലെങ്കിൽ ATM, റുപ്പേ ഡെബിറ്റ് കാർഡ് വഴിക്ക് നിങ്ങൾക്ക് ATM നിന്ന് കാശ് എടുക്കാം. ഇല്ലെങ്കിൽ മൈക്രോ ATM ആയിട്ട് ഒരു ബാങ്ക് മിത്ര അല്ലെങ്കിൽ ഒരു ബാങ്കിങ് കറസ്പോണ്ടന്റ് അത് വരും. ഇപ്പൊ പുള്ളിലൊക്കെ ഉണ്ടായി. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ധാരാളം ബാങ്കിങ് കറസ്പോണ്ടൻസ് ഉണ്ട്. അവർ വരും. ഇപ്പൊ ഒരു 5000 രൂപ വരെയുള്ള പേയ്മെന്റ്സ് ഒക്കെ പ്രത്യേകിച്ച് ഉൾപ്രദേശങ്ങളിൽ ബാങ്കിങ് ബ്രാഞ്ചസ് ഇല്ലാത്ത സ്ഥലത്ത് അൾട്രാ സ്മോൾ ബാങ്ക്സ് എന്ന് പറഞ്ഞ് കുറെ USB ബ്രാഞ്ചസ് തൃശ്ശൂർ ജില്ലയിൽ അടക്കം തുടങ്ങിയിട്ടുണ്ട്. USB ബ്രാഞ്ചസ്, അൾട്രാ സ്മോൾ ബ്രാഞ്ചസ്. അവിടെ ഒരു മൈക്രോ ATM ആയിട്ട് ഒരു ബാങ്കിങ് കറസ്പോണ്ടന്റ് വരും. ഇരിഞ്ഞാലക്കുട, കോണത്തുകുന്ന്, അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ ഉണ്ട് ധാരാളം. അപ്പോൾ അവിടെ എല്ലാം മൈക്രോ ATMസുമായിട്ട് ആൾക്കാർ വരും. അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇല്ലെങ്കിൽ ലാസ്റ്റ് വൺ ഈസ് പോയിന്റ്, കടയിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കടയിൽ നിന്ന് തന്നെ നേരിട്ട് അത് വാങ്ങിക്കാം. അതായത് പോയിന്റ് ഓഫ് സെയിൽസ് വഴിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് നടത്താം. ഇനി നമ്മൾ പ്രധാനമന്ത്രി ജൻധൻ യോജനയെ കുറിച്ചിട്ടാണ് അടുത്ത സ്ലൈഡ്. സർ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇത് 2015 മുതൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അതിൽ തന്നെ നിങ്ങൾ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നുള്ളതിന്റെ താഴെ മേരാ ഖാത്ത ഭാഗ്യവിധാത എന്നാണ് നിങ്ങൾ കാണുക. ഇതാണ് അതിന്റെ ബൈലൈൻ. മേരാ ഖാത്ത, എന്റെ അക്കൗണ്ട്, ഭാഗ്യവിധാത, എനിക്ക് ഭാരത ഭാഗ്യവിധാത എന്ന് നിങ്ങൾ ജനഗണമന പാടുമ്പോൾ വന്നിട്ടില്ലേ? നമ്മളുടെ ഭാഗ്യം വരുന്ന വഴിയാണ്. എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങണം. ഇതൊരു ഫൈനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഗ്യാസിന്റെ സബ്സിഡി എല്ലാവർക്കും അക്കൗണ്ടിൽ കൊടുക്കാം എന്നുള്ള രീതിയിലായത്. ഇങ്ങനെ പല ഇപ്പോ കഴിഞ്ഞ വർഷം സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് PM കിസാൻ യോജന. എല്ലാവർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ്, എല്ലാ കൃഷിക്കാർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുത്തു. ഇൻക്ലൂഡിംഗ് ഡയറി ഫാർമേഴ്സ്, പശുവിനെ വളർത്തുന്ന ആൾക്കാർക്ക് അടക്കം കൊടുത്തു. അവർക്കൊക്കെ 2000 രൂപ വീതം അവരുടെ അക്കൗണ്ടില് 3 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റും കൊടുത്തു. ഇതൊക്കെ നടക്കാൻ കാരണം പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന സ്കീം പ്രകാരം ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ നടത്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന ആൾക്കാരെ അടക്കം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവർക്ക് ഈ സൗകര്യങ്ങൾ, ഈ ഡയറക്ട്ലി മണി ഈസ് ഗോയിങ് ഇൻ ടു ദിയർ ഹാൻഡ്സ്, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത സ്ലൈഡ് നമ്മളിതാ ബാക്കിയുള്ള പദ്ധതികളെ കുറിച്ചിട്ടാണ്. വളരെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി അതാ വരുന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജന വന്നതിന് ശേഷം വന്ന പ്രധാനപ്പെട്ട സുരക്ഷാ പദ്ധതികളാണ് ഇത്. ടോണി സാറുമായിട്ട് സംസാരിച്ചപ്പോ ഈ ഏരിയയില് ഒരു സോഷ്യൽ സർവീസ് എന്നുള്ള രീതിക്ക് കുറച്ചു പേരെങ്കിലും ഇവിടെ കോളേജിന്റെ പരിസരത്ത് ഒരു നാഷണൽ സർവീസ് സ്കീമിലോ എന്തെങ്കിലും ആൾക്കാർക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റ്. ആക്ച്വലി ഫൈനാൻഷ്യൽ ലിറ്ററസി നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കണേല് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിനാണ് ഏറ്റവും സൗകര്യം. കാരണം അവരാണ് ഇത് ഒരു സബ്ജക്ട് എന്നുള്ള രീതിയിൽ കോളേജിൽ പഠിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട, നാട്ടുകാരോട് ഇത് പറഞ്ഞു കൊടുക്കാൻ പോകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങള് 3 സുരക്ഷാ പദ്ധതികളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ 3 സുരക്ഷാ പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ പദ്ധതി പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. നിങ്ങളുടെ ലെഫ്റ്റ് കോർണറിൽ കാണാം പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. പ്രതിവർഷം 12 രൂപ പ്രീമിയം അടച്ചാൽ അപകട ഇൻഷുറൻസ് 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഒരു ഡോക്ടറെ അടുത്തും പോവാതെ ബാങ്കിൽ പോയാൽ മാത്രം അവരുടെ അക്കൗണ്ടിൽ കാശ് അടച്ചിട്ട് ഒരു ഫോം ഒപ്പിട്ട് കൊടുത്താൽ ഇവർക്ക് ഈ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ പദ്ധതിയിൽ ചേർന്നാൽ എന്താണ് മെച്ചെച്ചാൽ അപകടം കൊണ്ടുള്ള മരണം സംഭവിച്ചാൽ വീട്ടുകാർക്ക് 2 ലക്ഷം രൂപ, ഈ മരണം നടന്നിട്ട് ഒരു 45 ദിവസത്തിനകം വീട്ടുകാർക്ക് 2 ലക്ഷം രൂപ സഹായധനം കേന്ദ്ര സർക്കാർ കൊടുക്കും. വേറെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിലും കൊടുക്കും. വേറെ എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ പുറമെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു 12 രൂപ അടച്ചു എങ്കിൽ ഇവർക്ക് കുടുംബത്തിന് 2 ലക്ഷം രൂപ സഹായം. 12 രൂപ ഒരു വർഷത്തിനാണ്. ഒരു ചായയും ഒരു വടയും കഴിച്ചാൽ തന്നെ ഇപ്പൊ 12 രൂപയ്ക്ക് കൂടുതലാവും.
അപ്പൊ 12 രൂപയ്ക്ക് ഒരു വർഷത്തെ സമ്പൂർണ്ണ അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷയ്ക്കാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്ന് പറയുന്നത്. അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാഹനം തട്ടിയിട്ടുള്ള അപകടം എന്ന് മാത്രം വിചാരിക്കരുത്. എല്ലാതരം അപകടങ്ങളും ഇതിൽ പെടും. പട്ടി കടിച്ച് മരണം, പാമ്പ് കടിച്ച്, ആന കുത്തി, വെടിക്കെട്ട് അപകടം, വെള്ളത്തിൽ വീണു, അങ്ങനെ അല്ലെങ്കിൽ കൊടുങ്കാറ്റിൽ വീണു. ഇപ്പൊ ഇവിടെ 2018 19 വന്ന പ്രശ്നങ്ങളൊക്കെ ചുഴലിക്കാറ്റായി. ചാലക്കുടി പുഴയുടെ പരിസരത്തുള്ള കുറെ ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. വെള്ളപ്പൊക്കം വന്ന് പുഴയിൽ വെള്ളം കയറിയപ്പോ ഈ അപകടങ്ങളെല്ലാം തന്നെ എല്ലാം അപകട മരണമാണ്. ഈ 2 ലക്ഷം രൂപയുടെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പദ്ധതിയിൽ ചേർന്നാൽ 12 രൂപ അടയ്ക്കേണ്ടു. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചേരാം. അപകട മരണത്തിനാണ് ഇത്. അടുത്തത് സാധാരണ മരണത്തിനാണ്. സാധാരണ മരണത്തിന് എന്ന് പറഞ്ഞാൽ പനി പിടിച്ച് ചിക്കൻ ഗുനിയ, മലേറിയ, ജോണ്ടിസ് ഇങ്ങനത്തെ ഏത് മരണത്തിനും ആശുപത്രിയിൽ അഡ്മിഷൻ ആവണം പോലുമില്ല, അവരവരുടെ വീട്ടിൽ കടന്ന് മരിക്കണേനടക്കം. പക്ഷെ ഒരേ ഒരു വിഷമമുണ്ട്, 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചേരാൻ പറ്റുള്ളൂ. ആദ്യം അടയ്ക്കേണ്ട തുകയിൽ 12 രൂപയല്ല, ഒരു ദിവസത്തേക്ക് 1 രൂപ എന്നുള്ള രീതിക്കാണ്. മറ്റേത് ഒരു മാസത്തേക്ക് 1 രൂപ, ഇത് ഒരു ദിവസത്തേക്ക് 1 രൂപ എന്നുള്ള രീതിക്ക് 360 വേണ്ടിയിരുന്നത്. സർക്കാർ കുറച്ച് സബ്സിഡൈസ് ചെയ്ത് 330 രൂപ, ഒരു വർഷത്തേക്ക് 330 രൂപ അടച്ചാൽ സാധാരണമായി 18 വയസ്സ് മുതൽ 50 വയസ്സിനകം ഇതിൽ ചേർന്നിരിക്കണം. 49 വയസ്സിൽ ചേർന്ന ആൾക്ക് 50 വയസ്സിൽ വെച്ചിട്ട് ഇത് നിന്നു പോവില്ല. 55 വയസ്സ് വരെ ഇത് കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെയാണ് നിങ്ങൾ പുറത്തേക്ക് പോയാൽ നിങ്ങളെ ചുറ്റും നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ സാമ്പത്തിക സാക്ഷരത പഠിപ്പിക്കാൻ പോകുമ്പോൾ നാട്ടിലുള്ള സാധാരണക്കാരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 50 വയസ്സിന് താഴെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് സാധാരണ മരണത്തിന് 330 രൂപയ്ക്ക് ഇൻഷുറൻസ് കിട്ടും. ഒരു ഡോക്ടറെ അടുത്തും പോണ്ട. 50 വയസ്സിന് അധികമായാൽ തന്നെ 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് 12 രൂപ കൂടെ കൊടുത്താൽ 2 ലക്ഷം കിട്ടും. ആർക്കെങ്കിലും വേണമെങ്കിൽ രണ്ടിനും കൂടി ഒന്നിച്ചു ചേരാം. 50 വയസ്സിന് താഴെയാണെങ്കിൽ 330ഉം 12ഉം 342 രൂപയുടെ ഇൻഷുറൻസ് ഒന്നിച്ചടച്ചാൽ രണ്ടും അപകടം കൊണ്ടുള്ള മരണമാണെങ്കിൽ 4 ലക്ഷം രൂപ തീർച്ചയായിട്ടും കിട്ടും. ഇതിന് തൊട്ടടുത്തുള്ള ബാങ്ക് പോയാൽ മതി, ഇൻഷുറൻസ് ഓഫീസിലൊന്നും പോണ്ട. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഇതിന്റെ ഏജ് ആണ്. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് സാധാരണ മരണത്തിനുള്ള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ പറ്റുള്ളൂ. ചേരേണ്ട സമയം വളരെ പ്രധാനമാണ്. എല്ലാ വർഷവും ജൂൺ 1 തീയതി മുതൽ മെയ് 31 വരെയാണ് ഇതിന്റെ കാലാവധി വരിക. അതായത് ഇപ്പൊ ചേർന്നാൽ, ഇന്നിപ്പോ ഫെബ്രുവരി 6 തീയതിയാണ്, ഇപ്പൊ ചേർന്നാൽ ഈ പദ്ധതിയില് വീണ്ടും ജൂണില് പുതുക്കേണ്ടി വരും. ഇപ്പൊ ചേർന്നാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 330 രൂപ അടച്ചിട്ട് ഈ പദ്ധതിയിൽ വീണ്ടും അംഗത്വം എടുക്കേണ്ടി വരും. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് ആണ്. ആദ്യം കാണിച്ച സ്ലൈഡില് ബേസിക് നീഡ്സ് എന്നുള്ള കാണിച്ചതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ. മൂന്നാമത്തത്, ഇപ്പോൾ പഠിച്ചു വരുന്ന എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ, പെൻഷനുള്ള ജോലി കിട്ടിക്കൊള്ളണം എന്നില്ല. ഇനി അഥവാ സർക്കാർ ജോലി കിട്ടിയാൽ തന്നെ ന്യൂ പെൻഷൻ സ്കീമിലുള്ള പെൻഷനെ കിട്ടുള്ളൂ. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് കിട്ടുന്ന പരിപാടിയാണ് അടൽ പെൻഷൻ യോജന. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക്, അതിനു മുമ്പ് എന്തെങ്കിലും ഒരു ജോലിയിൽ കയറിയിട്ടുണ്ടാവും ആൾക്കാര്, ഇപ്പോൾ സർക്കാരിലേക്ക്, അതായത് ബാങ്ക് വഴിക്ക് ഏത് ബാങ്ക് ആയാലും, അതായത് ദേശസാൽകൃത ബാങ്ക് ആയാലും ദേശസാൽകൃത ബാങ്ക് അല്ലെങ്കിലും, ഇപ്പൊ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയാലും ധനലക്ഷ്മി ബാങ്ക് ആയാലും കാത്തലിക് സിറിയൻ ബാങ്ക് ആയാലും, ഇവിടെ എല്ലാം തന്നെ. ഹലോ, കേൾക്കാമോ? ഇനി ഡിസ്റ്റർബൻസ് ഈസ് ദർ സർ? ജുവൽ മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ജുവൽ മ്യൂട്ട് ചെയ്യൂ. ഓക്കെ സാർ, ഐ ഓഡിബിൾ? സാർ കണ്ടിന്യൂ ചെയ്തോളൂ സർ. യെസ് സർ. അപ്പോ അടൽ പെൻഷൻ യോജന ഇന്ന് പദ്ധതിയില് ഇപ്പൊ നിങ്ങൾക്കെല്ലാം 18 വയസ്സായ ആൾക്കാർക്ക് എല്ലാവർക്കും ചേരാം. 42 രൂപ വീതം മാസാമാസം ഇപ്പൊ അടച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് മാസം 40 ഒരു സ്കോളർ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടും. ഐദർ നിങ്ങളുടെ തന്നെ സ്വന്തം ഒരു സംരംഭം തുടങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടും. ജോലി കിട്ടിയാൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. വേറൊരു ജോലി കിട്ടി എന്നുള്ളത് കൊണ്ട് ഇത് നിർത്തണം എന്നില്ല. പക്ഷേ ആ പെൻഷൻ, കിട്ടുന്ന ജോലിയുടെ പെൻഷൻ കിട്ടിക്കോട്ടെ,
നിങ്ങൾക്ക് 60 വയസ്സാവുമ്പോൾ ഇപ്പൊ മുതൽ അടയ്ക്കുന്ന ഈ 42 രൂപയ്ക്ക് 1000 രൂപ വീതം 60 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി തുടങ്ങും. ഒരേ കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും മകനും മകൾക്കും എല്ലാം വെവ്വേറെ ഇതിൽ ചേരാം. അന്ന് 1000 രൂപ കിട്ടിയാൽ പോരാ എന്നുണ്ടെങ്കിൽ ഇന്ന് കൂടുതൽ കാശ് അടയ്ക്കുക. ഇന്ന് 42 രൂപയ്ക്ക് പകരം 210 രൂപ വീതം അടച്ചു പോവുകയാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഓരോ മാസവും 5000 രൂപ പെൻഷൻ കിട്ടും. എത്ര കാലം ജീവിച്ചിരിക്കുന്നോ അത്രയും കാലം കിട്ടും. 60 വയസ്സ് മുതൽ നിങ്ങൾ 85 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ എല്ലാ മാസവും 5000 രൂപ വീതം നിങ്ങൾക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ ഈ പെൻഷൻ 5000 രൂപ തന്നെ, ഫാമിലി പെൻഷൻ അല്ല, കുറയില്ല. ആ 5000 രൂപ തന്നെ പെൻഷൻ വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും അവരുടെ കാലം കഴിയണത് വരെ. പക്ഷെ ഭർത്താവും ഭാര്യയും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെൻഷൻ കിട്ടില്ല. പക്ഷെ അച്ഛനമ്മമാര് സമ്പാദിച്ച് പൈസ അടച്ചിരുന്നല്ലോ, ആ പെൻഷന്റെ തുക, അതിന്റെ ക്യാപിറ്റൽ സം ആയിട്ടുള്ള അതിന്റെ ഫണ്ട്, അത് ഏകദേശം 210 രൂപയാണ് അടച്ചിരുന്നെങ്കിൽ അത് ഏകദേശം 8 ലക്ഷം രൂപയുണ്ടാവും. ആ ഫണ്ട് മക്കൾക്ക് കൊടുക്കും, പക്ഷെ പെൻഷൻ കൊടുക്കില്ല. ഇങ്ങനെ അതിവിശിഷ്ടമായ കാരുടെ പദ്ധതികളാണ് ഇത്. ഇപ്പോഴും വേണ്ടത്ര ഇത് ബാങ്കുകളാണ് നടപ്പാക്കുന്നത്. ഇതിനുവേണ്ടി പ്രോവിഡന്റ് ഫണ്ട് ഓഫീസിലോ അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിലോ പോകേണ്ട ആവശ്യമില്ല. ഇത് നാട്ടുകാരുടെ ഇടയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഫൈനാൻഷ്യൽ ലിറ്ററസി നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് നമ്മൾ ഫൈനാൻഷ്യൽ ലിറ്ററസി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ഈ അടൽ പെൻഷൻ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ പദ്ധതി, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ പദ്ധതി. ഇവ സർ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടും PPF, അതാണ് PPF. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിന്റെ ഷോർട്ട് ഫോം ആണ് PPF. പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയസ്സാവും. ഇതിൽ ആ സ്ലൈഡ് ശ്രദ്ധിച്ചാൽ അറിയാം, രണ്ടുപേർക്കും പ്രായമായി, കുട്ടികളൊക്കെ ഇംഗ്ലണ്ട്, അമേരിക്ക അല്ലെങ്കിൽ ദുബായ് അവിടേക്കൊക്കെ പോയി, അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്കായി. അപ്പൊ റിട്ടയർ ചെയ്തതിന് ശേഷം ആവശ്യമായി വരുന്ന പണം നീക്കി വെക്കാനുള്ള പദ്ധതിയാണ്. ഞാൻ ഓൾറെഡി അടൽ പെൻഷൻ യോജനയെ കുറിച്ച് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ട് എല്ലാ ബാങ്കിലും പോസ്റ്റ് ഓഫീസിലും തുടങ്ങാൻ പറ്റും. ഒരു PPF അക്കൗണ്ട് തുടങ്ങണം. ഇത് പല ആദായ നികുതി, ഇൻകം ടാക്സ്, നിങ്ങൾക്ക് കോമേഴ്സ് സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഒരു പേപ്പർ തന്നെ ഉണ്ടാവും. ഇതിന് ആദായ നികുതിയിൽ പല ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇത് അതിന് പുറമെ ഇന്നത്തെ ചുറ്റുപാടില് ബാങ്ക്സ് തരുന്ന സേവിങ്സ് ബാങ്കിനോ ഫിക്സഡ് ഡെപ്പോസിറ്റിനോ തരുന്ന പലിശയേക്കാൾ വളരെ കൂടുതലാണ് PPF അക്കൗണ്ടിലത്തെ പലിശ. അപ്പൊ PPF അക്കൗണ്ട് എന്നുള്ള രീതി പലിശയ്ക്ക് നല്ലതാണ്. നിങ്ങളുടെ ഇൻകം ടാക്സിന് വേണ്ടിയിട്ടുള്ള സേവിങ്സ് ആയിട്ടും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ താഴെ ഒരു ക്വിക്ക് ചെക്ക് എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം. നിങ്ങളുടെ മാതാപിതാക്കളോടും മറ്റും അവർക്ക് ഏതെങ്കിലും പെൻഷൻ പദ്ധതി ഉണ്ടോ എന്ന് ആരായുക. ഈ കേട്ടിരിക്കുന്ന ഏകദേശം 130ഓളം സ്റ്റുഡൻസ് ഉണ്ട് വിചാരിക്കട്ടെ. നിങ്ങൾ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കേണ്ടതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഷൻ ഉണ്ടോ, PPF അക്കൗണ്ട് ഉണ്ടോ. അവർക്കില്ലെങ്കിൽ നിങ്ങളെങ്കിലും ഇത് തുടങ്ങണം എന്നുള്ള രീതിക്കാണ് നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത്. 18 വയസ്സായാൽ തന്നെ നിങ്ങൾക്ക് സേവിങ്സിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു മണിക്കൂറായി ഞാൻ സേവിങ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇനി ഒട്ടും വൈകിക്കാതെ തന്നെ നിങ്ങൾ സേവിങ്സ് തുടങ്ങേണ്ട കാലമായി. ഇനി നമ്മൾ ഡിജിറ്റലിലേക്ക് പോവാണ്. നമ്മളുടെ രണ്ടാമത്തെ പാർട്ട്, ഇപ്പൊ സെക്കൻഡ് പാർട്ടാണ് ആദ്യം കഴിഞ്ഞത്. ഇനി ഫസ്റ്റ് പാർട്ട് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന ഭാഗത്തേക്ക് വരികയാണ്. ഡിജിറ്റൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. എല്ലാം ഡിജിറ്റലായിട്ട് മാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യം. ഡിജിറ്റലായിട്ട് ഇപ്പൊ എന്തിനാ സാറേ, ഇതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടെ എന്ന് വിചാരിക്കുന്നത് ഒരു വളരെ അബദ്ധമാണ്. കാരണം നാടിലെ ഒരു 75% ഓഫ് ദ പോപ്പുലേഷൻ ഡിജിറ്റലി ലിറ്ററേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മളും അതിനോടുകൂടി ചേർന്നില്ലെങ്കിൽ, നിങ്ങളെല്ലാവരും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഉപയോഗിക്കാത്ത ഒരാള് എത്രത്തോളം ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ഡിജിറ്റലി എല്ലാവരും ലിറ്ററേറ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഒരു വലിയൊരു ഡിജിറ്റൽ ഡിവൈഡ് വരും. ഇപ്പൊ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ അടുത്ത് ഒരു ഫോൺ എടുത്തിട്ട് ഇതിൽ എങ്ങനെയാ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിലൂടെ പൈസ അടയ്ക്കേണ്ടത് എങ്ങനെയാന്ന് ചോദിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അതുകൊണ്ട് കാലത്തിനനുസരിച്ച് നിങ്ങളും പുരോഗമിച്ചു പോകണം. അപ്പൊ അങ്ങനെ പുരോഗമിച്ചു പോകുമ്പോൾ നിങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങൾ ഡിജിറ്റലി ആയിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, നെവർ ഷെയർ യുവർ കാർഡ് ഡീറ്റെയിൽസ് വിത്ത് അതേഴ്സ്. കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ എന്ന് കാർഡിന്റെ പിറകിൽ ഒരു CVV നമ്പർ കാണാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സീക്രട്ട് ആണ്. പിൻ നമ്പർ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പിൻ നമ്പർ ഉണ്ടാവാം.
കാർഡിന്റെ പിറകിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു CVV എന്ന് കാണാം, കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ. ആ നമ്പറും വളരെ പ്രധാനമാണ്. ഈ കാർഡിന്റെ നമ്പർ, പിൻ നമ്പർ, പാസ്വേഡ് ഇതൊന്നും വേറൊരാൾക്കും കൊടുക്കരുത്. എങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ടൂത്ത് ബ്രഷ് അവർക്ക് ഷെയർ ചെയ്യുമോ? നിങ്ങൾ പല്ല് തേക്കുന്ന ബ്രഷ് നിങ്ങൾ ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ നിങ്ങളുടെ ടൂത്ത് ബ്രഷ് പോലെയാണ് നിങ്ങളുടെ പിൻ നമ്പർ, നിങ്ങളുടെ CVV നമ്പർ, നിങ്ങൾക്ക് വരുന്ന OTP. അടുത്തത് അതാണ് പാസ്വേഡ്. OTP എന്ന് പറഞ്ഞാൽ വൺ ടൈം പാസ്വേഡ്, കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ, UPI പിൻ, MPIN രണ്ടും ഞാൻ പറഞ്ഞു തന്നു. ഇത് ഇത്രയും ഡോണ്ട് ഷെയർ. പിന്നെ ബാങ്ക് ബാർ RBI നെവർ കോൾസ് യു ആസ്കിംഗ് ദീസ് ഡീറ്റെയിൽസ്. ഇപ്പൊ ഒരുപാട് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാരെ കാശ് കൊടുത്ത് ഇരുത്തിരിക്കുകയാണ്. നമ്മളുടെ ഈ അവസാനം ഇപ്പൊ ചോദിക്കുകയാണ്, നിങ്ങൾ ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ്, ഞാൻ റിസർവ് ബാങ്കിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങളുടെ കാർഡ് നമ്പർ പറയൂ, നിങ്ങളുടെ പിൻ നമ്പർ പറയൂ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു 25,000 രൂപ അടയ്ക്കാനാണ് എന്നൊക്കെ പറഞ്ഞത് റിസർവ് ബാങ്കിൽ നിന്നാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണെന്ന് പറഞ്ഞ് ഫോൺ വരും. വന്നാലും ഒരിക്കലും നിങ്ങൾക്ക് ഒരു ബാങ്കും നിങ്ങളോട് വിളിക്കില്ല. ഒരു ബാങ്കും നിങ്ങളോട് നിങ്ങളുടെ പിൻ നമ്പറോ OTP നമ്പറോ CVVയോ ചോദിക്കില്ല. പാസ്വേഡ്, ആധാർ നമ്പർ, പാൻ ഇതൊന്നും നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിക്കരുത്. സാർ ഓർക്കാൻ വളരെ വിഷമമാണ്, 10 ഡിജിറ്റ് ഉണ്ട് അല്ലെങ്കിൽ 14 ഡിജിറ്റ് ഉണ്ട്, ഇത് ഓർക്കാൻ വിഷമമാണ് എന്നും പറഞ്ഞിട്ട് മൊബൈൽ സൂക്ഷിക്കരുത്. മൊബൈൽ നഷ്ടപ്പെടുന്നതോടുകൂടി ഈ നമ്പർ നഷ്ടപ്പെടും. കിട്ടുന്ന ആൾക്കാര് വളരെ മിടുക്കന്മാരാണ്, അവർ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള കാശ് എടുത്തു പോകും. പിന്നെ യൂസ് ഓൺലി സേഫ് നെറ്റ്വർക്ക് പലതിക്കലും ഫ്രീ ആയ വൈഫൈ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ ഓഫീസിന്റെ പരിസരം, അവിടെയൊക്കെ പോയി നിങ്ങൾ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചോളൂ. പക്ഷെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ബാങ്കിങ് ട്രാൻസാക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ഫ്രീ ആയ നെറ്റ്വർക്ക് ഉപയോഗിക്കരുത്. പിന്നെ ഇഫ് മണി ഈസ് ലോസ്റ്റ് ഡിജിറ്റലി, ബാങ്ക്സ് ടോൾ ഫ്രീ നമ്പർ, ഇമെയിൽ ID, ഫോൺ നമ്പർ ഷുഡ് ബി നോൺ ടു യു. ബാങ്കിൽ എല്ലാ ATMിലും എഴുതി വെച്ചിട്ടുണ്ടാവും, ടോൾ ഫ്രീ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇമെയിൽ ID എഴുതി വെച്ചിട്ടുണ്ടാവും, ഫോൺ നമ്പർ, ഏത് ബ്രാഞ്ചിന്റെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ATM കാർഡ് തന്നിരിക്കുന്നത് ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബ്രാഞ്ചിൽ ഉടനെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ വിത്തിൻ 3 hours താഴെ വരുന്നുണ്ട്. ഈ മണി ഈസ് ലോസ്റ്റ് ഡിജിറ്റലി, നിങ്ങളുടെ ഇന്റർനെറ്റ് ബാങ്കിങ് വഴിക്കോ മൊബൈൽ ബാങ്കിങ് വഴിക്കോ നിങ്ങൾക്ക് കാശ് നഷ്ടപ്പെട്ടാൽ ഇൻഫോം ദ ബാങ്ക് ത്രൂ ടോൾ ഫ്രീ നമ്പർ ആൻഡ് ഇമെയിൽ. ബാങ്കിന് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു പറയണം, ഇമെയിൽ ആയിട്ട് അറിയിക്കണം. നിങ്ങളുടെ വീടിന്റെ പരിസരത്താണ് ആ ബ്രാഞ്ച് വെച്ചാൽ അവിടെ പേഴ്സണൽ ആയിട്ട് പോയിട്ട് എഴുതി കൊടുക്കണം. മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലെ കളക്ടറേറ്റില് തൃശ്ശൂർ അർബൻ എന്നുള്ള രീതിയിൽ ഒരു സൈബർ സെല്ലും, ഇരിഞ്ഞാലക്കുടയുള്ള റൂറൽ SP ഓഫീസിൽ അവിടെയും ഒരു സൈബർ സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ പോലീസിന്റെ സൈബർ സെല്ല്, എല്ലാ സൈബർ സെല്ലും, എല്ലാ ജില്ലയിലുള്ള സൈബർ സെല്ലും സൈബർ ഡോം എന്നുള്ള രീതിക്ക് ടെക്നോ പാർക്കിന്ന് അവരെല്ലാവരും കൂടി നെറ്റ്വർക്ക്ഡ് ആണ്. അതുകൊണ്ട് അഥവാ നിങ്ങളുടെ ഫോണോ അല്ലെ ATM കാർഡോ എന്തെങ്കിലും ഫ്രോഡൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ പോലീസിൽ അറിയിക്കേണ്ടതാണ്. പോലീസിൽ ഇതിനെ ട്രേസ് ചെയ്യാനുള്ള, കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട്. അത്ര ഡിജിറ്റലി അത്ര പ്രോഗ്രസ്ഡ് ആണ് നമ്മുടെ പോലീസ് അഥവാ നമ്മളുടെ പീസ് കീപ്പിംഗ് ഡിഫൻസ് ഫോഴ്സ്. അതുകൊണ്ട് നിങ്ങൾ ഈ സംവിധാനങ്ങളൊക്കെ വേണ്ട മാതിരി ഉപയോഗിക്കണം. സർ നെക്സ്റ്റ് സ്ലൈഡ് സർ. അടുത്ത സ്ലൈഡ്. മസ്റ്റ് ഡു പ്രാക്ടീസസ്. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റാവുന്നത്? ഒന്ന്, രജിസ്റ്റർ യുവർ മൊബൈൽ നമ്പർ അറ്റ് ബാങ്ക് ഫോർ റെഗുലർ ഇൻഫർമേഷൻ ബൈ SMS ഫോർ എവറി ട്രാൻസാക്ഷൻ. നിങ്ങൾ എന്ത് ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 1000 രൂപയ്ക്ക് മുതലുള്ളതാണോ 5000 രൂപയ്ക്ക് താഴെയുള്ളോ, ഏത് ട്രാൻസാക്ഷൻ ഏത് രീതിക്കാണ് വേണ്ടത് വെച്ചാൽ ആ ട്രാൻസാക്ഷന് SMS അയച്ചു തരണം എന്ന് നിങ്ങളുടെ ബാങ്കിൽ പോയി രജിസ്റ്റർ ചെയ്യാം. അവരതിനൊരു നോമിനൽ ചാർജ്, ഒരു 18 രൂപ, ഓരോ ബാങ്കിന് ഓരോ മാതിരിയാണ്, 18 രൂപയോ 25 രൂപയോ SMS അയക്കാൻ അവർ വാങ്ങിക്കും. പക്ഷെ എന്നാലും അത് നിങ്ങൾക്ക് സേഫ് ആണ്. കാരണം ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ ഏതെങ്കിലും രീതിയിൽ പൈസ അടയ്ക്കുകയോ എടുക്കുകയോ ചെയ്താൽ ഉടനെ നിങ്ങൾക്കൊരു SMS വരും. അതുകൊണ്ട് നിങ്ങളെ SMS വരാൻ വേണ്ടി നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറുമ്പോൾ വീണ്ടും ബാങ്കിൽ പോയി പുതിയ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി കണക്ട് ചെയ്തിട്ട് വരണം. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, നെവർ ഷെയർ യുവർ പിൻ ടു എനിവൺ, ട്രാൻസാക്ട് അറ്റ് ഓൺലി ട്രസ്റ്റഡ് മർച്ചന്റ്സ്. ഏതെങ്കിലും അറിയാത്ത ഓൺലൈൻ മർച്ചന്റ്സിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ട്രാൻസാക്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. വൈൽ അറ്റ് ATM എൻഷുവർ നോ വൺ ഈസ് ലുക്കിംഗ് ഓവർ യുവർ ഷോൾഡേഴ്സ്. പല ATMിലും ഇപ്പൊ ക്യൂ ഒക്കെ അടക്കമുണ്ട്. നിങ്ങൾ ATM റൂമിന്റെ അകത്തിരിക്കുമ്പോൾ നിങ്ങൾ മാത്രമേ അതിൻ്റെ അകത്തിരിക്കാൻ പാടുള്ളൂ.
വേറെ തിരക്കുള്ളവരാണെങ്കിൽ അവരാദ്യം പോയിട്ട് അവർക്ക് ആവശ്യമുള്ള കാശ് എടുത്തിട്ട് പോട്ടെ. നിങ്ങൾ എ ടി എമ്മിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിൻ നമ്പർ അടിക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് മറച്ചു വെക്കുക. അത് കഴിഞ്ഞ് അതിന്റെ അകത്ത് തന്നെ ക്യാഷ് എണ്ണി നോക്കുക. മറക്കാതെ എ ടി എം കാർഡ് എടുത്ത് പോക്കറ്റിലിടുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ടി എം ഉപയോഗിച്ചതിന് ശേഷം എ ടി എമ്മിന്റെ കീ പാഡിലത്തെ ക്യാൻസൽ എന്നുള്ളത് പ്രസ് ചെയ്യുക. അവിടെ എവിടെയെങ്കിലും ഒരു CC ക്യാമറ ഉണ്ടാവും. ആ ക്യാമറയിലേക്ക് ഒന്ന് നോക്കിയിട്ട് വരിക. കാരണം അഥവാ നിങ്ങൾക്ക് എ ടി എം എന്നൊരു കള്ളനോട്ട് കിട്ടിയാൽ, എ ടി എം എന്ന് കള്ളനോട്ട് കിട്ടില്ല എന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം എ ടി എമ്മിൽ നോട്ട് വെക്കുന്നത് ഔട്ട്സൈഡ് ഏജൻസീസ് ആണ്. അഥവാ കള്ളനോട്ട് വെക്കപ്പെട്ടു നിങ്ങളുടെ കയ്യിൽ വന്നു വെച്ചാല് കള്ളനോട്ട് ആരുടെ കയ്യിലാണോ അവരെയാണ് പോലീസ് പിടിക്കുക. അതുകൊണ്ട് കള്ളനോട്ട് വന്നു എന്നുള്ളതിന് ഒരു തെളിവ് നിങ്ങൾക്ക് ആ നോട്ട് അവിടെ നിന്ന് എണ്ണലും നിങ്ങൾ ക്യാമറയിൽ നോക്കലുമാണ്. നിങ്ങൾക്ക് നാളെ ആ ഏത് ബാങ്കിന്റെ കീഴിലാണോ ഈ എ ടി എം ഉള്ളത് അവിടെ പോയിട്ട് കള്ളനോട്ട് കിട്ടി എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ എ ടി എം എന്ന് കള്ളനോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്യാമറ സാറെ ഒന്ന് പിറകോട്ട് റൺ ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ അവിടെ പോയിട്ട് എ ടി എം നിന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക് ക്യാഷ് എടുത്തതായിട്ട് കാണാം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്യാമറയിൽ നോക്കിയിട്ട് അവിടെ നിന്ന് നോക്കി എണ്ണി നോക്കിയിട്ട് വേണം പുറത്തേക്ക് വരാൻ എന്ന് പറഞ്ഞത്. ഇതൊക്കെ മസ്റ്റ് ഡു പ്രാക്ടീസസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞതൊക്കെയാണ് ഡിജിറ്റൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി നിങ്ങൾ അവശ്യം ചെയ്തിരിക്കേണ്ട കാര്യങ്ങള്. ഈ മെസ്സേജസ് എല്ലാം നിങ്ങൾ തന്നെ ടോണി സാർ എന്നോട് പറഞ്ഞു ഇതേമാതിരി ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് ആസ് എ പാർട്ട് ഓഫ് യുവർ സോഷ്യൽ എക്സ്റ്റൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഉദ്ദേശമുണ്ട്. തീർച്ചയായിട്ടും ചെയ്യണം. വളരെ നല്ല ഒരു നാഷണൽ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു കാര്യം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ദ ഫ്യൂച്ചർ വിൽ നോട്ട് ബി മോർ ഓഫ് ദ സെയിം. നിങ്ങളുടെ മാതാപിതാക്കളുടെ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന ബാങ്കിങ് സംവിധാനമല്ല ഇപ്പൊ കാണുന്നത്. ഒരു 50 വർഷം മുമ്പ് ബികോമിന് പഠിച്ച സിലബസ് അല്ലല്ലോ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഡിജിറ്റൽ ഫിനാൻസിനെ കുറിച്ചിട്ടും ഫൈനാൻഷ്യൽ ഇൻക്ലൂഷനെ കുറിച്ചൊക്കെ പഠിക്കാൻ തന്നെയുണ്ട്. അതുകൊണ്ട് വി ഹാവ് ടു ബി റെഡി, വി നീഡ് ടു ബി റെഡി. അപ്പൊ നിങ്ങൾ തയ്യാറായിട്ടിരിക്കണം. ഈ പവർ പോയിന്റ് ഇത് ഞാൻ നിങ്ങളുടെ അധ്യാപകന്മാരായിട്ട് തന്നെ ഈ പവർ പോയിന്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ പവർ പോയിന്റ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സിസ്റ്റത്തിലിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ കാണണം. പിന്നെ റിസർവ് ബാങ്കിന്റെ കീഴിലുള്ള ഫൈനാൻഷ്യൽ ലിറ്ററസി സെന്റർ തൃശ്ശൂര്, നിങ്ങൾക്ക് അത്ര അധികം ദൂരമൊന്നുമില്ല. ഇവിടെ കൗസ്തുഭം കല്യാണ മണ്ഡപത്തിൽ, ഷൊർണൂർ റോഡിൽ കൗസ്തുഭം കല്യാണ മണ്ഡപത്തിന്റെ തൊട്ടടുത്ത് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഓഫീസ് ഉണ്ട്. 10 മുതൽ 5 വരെ ഞങ്ങളുടെ ഓഫീസിലാണ്. അഥവാ അവിടെ ഞങ്ങളെ വന്ന് കണ്ടില്ലെങ്കിൽ നിങ്ങൾ എപ്പോ വരുന്ന അറിയിച്ചാൽ ഞങ്ങൾ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാനല്ലാതെ വേറെ അവിടെ സ്റ്റാഫ് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ വരാം. ഇതിനെ കുറിച്ചിട്ട് അനവധി മെറ്റീരിയൽ, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൈനർ പ്രോജക്ട് അല്ലെങ്കിൽ മേജർ പ്രോജക്ട്, നിങ്ങളുടെ ബികോം ഫൈനൽ ഇയറിലെ നിങ്ങളുടെ പ്രോജക്ട് റിപ്പോർട്ട്, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി തന്നെ ഒരു ടോപ്പിക് ആയിട്ട് എടുക്കാം. സേഫ് യൂസേജ് ഓഫ് ATM ഒരു ടോപ്പിക് ആയിട്ട് എടുക്കാം. സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ബൈ ദ ഗവൺമെന്റ് ഒരു ടോപ്പിക് ആയിട്ട് എടുക്കാം. ഇതിനൊക്കെ വേണ്ട എല്ലാ സഹായവും ചെയ്യാൻ നമ്മുടെ ഫൈനാൻഷ്യൽ ലിറ്ററസി സെന്റർ തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സർക്കാരുടെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങള് നിങ്ങൾ വേണ്ട മാതിരി ഉപയോഗിക്കണം എന്നൊരു റിക്വസ്റ്റോട് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ശോഭനമായ ഭാവി, വെരി വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ ആശ്വസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. 1 മണിക്കൂറിന് മീതെയായി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ടോണി സാർ അറിയിച്ചാൽ മതി. അദ്ദേഹം ഇതെല്ലാം കൺസോൾട്ടേറ്റ് ചെയ്ത് എന്നോട് ചോദിക്കും. ഞാൻ എല്ലാത്തിനും മറുപടി കഴിഞ്ഞിട്ട് ഞാൻ ലോഗ് ഓഫ് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. തൽക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും വൺസ് അഗെയിൻ ബെസ്റ്റ് വിഷസ് ടു ഓൾ ഓഫ് യു. താങ്ക് യു സർ. താങ്ക് യു ടോണി സർ. താങ്ക് യു സർ. നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെയുണ്ട്. സ്റ്റുഡൻസിന് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ് സാറിനോട്. ഈ എടുത്ത ക്ലാസിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ വിഷയം
ഹലോ ഹലോ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സ്റ്റുഡൻസിന് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആരെങ്കിലും ഉണ്ടോ? ചോദിക്കുന്നുണ്ടോ? ഹലോ ആരെങ്കിലും ചോദിക്കുന്നോ? നമ്മുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യട്ടെ. മൂവി ഒന്ന് പ്ലേ ചെയ്യട്ടെ സാർ. രാമേന്ദ്ര സാറേ. വീഡിയോ ഓഫാക്കണോ? അല്ല സാർ, വീഡിയോ ഒന്ന് പ്ലേ ചെയ്യട്ടെ. നമ്മൾ സാർ അയച്ചു തന്ന വീഡിയോ. പ്ലീസ് ആ വീഡിയോ പ്ലേ ചെയ്തോളൂ. സ്റ്റുഡൻസ് ഉള്ളതാണ്. പ്ലീസ് പ്ലേ. ഓക്കെ സാർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവർക്ക്. ഓക്കെ സാർ, തീർച്ചയായും. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ജനുവരിയോടെ വരും. ആരാന്നറിയില്ല, സാറിനെ കുറിച്ച് ഈ നമ്പർ കട്ടാവുന്ന ഒഴിവാക്കാൻ വേണ്ടി കസ്റ്റമർ കെയറിനാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും കോൾ ചെയ്യുന്നുണ്ട്. ഒരു OTP നമ്പർ സാറിന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. മാത്രമല്ല പറഞ്ഞാൽ സാറിന്റെ മൊബൈൽ നമ്പർ കട്ടാവാൻ നിലനിർത്താമായിരുന്നു. നീ ആ കോളൊന്ന് കട്ട് ചെയ്യ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിനക്ക് മനസ്സിലായില്ലേ, ഇത് OTP തട്ടിപ്പിന്റെ മറ്റൊരു മുഖമാണ്. എല്ലാ ബാങ്കുകളും സർക്കാർ ഏജൻസികളും ഇങ്ങനെ വഞ്ചിതരാവരുതെന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അക്കൗണ്ട് ക്യാൻസൽ ആകും, മൊബൈൽ നമ്പർ കട്ട് ചെയ്യും, ഗ്യാസ് കണക്ഷൻ കട്ടാകും എന്ന് പറഞ്ഞ് OTPയോ മറ്റെന്ത് പാസ്വേഡോ ചോദിച്ച് ബാങ്കിൽ നിന്നാണെന്നോ മറ്റോ പറഞ്ഞ് ആര് തന്നെ വിളിച്ചാലും ഒരു നമ്പരും നൽകേണ്ടതില്ല. നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഒറ്റത്തവണ പാസ്വേഡ് എന്നത് ഒറ്റത്തവണ പറ്റിക്കലായി മാറാൻ. സാറേ, ഫിലിം വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റി. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്കിന്ന് അടുത്ത ഇതിലേക്ക് പോകാൻ ക്യാരി ഓൺ ചെയ്യാം. Sir, before you wind up, I want to thank you for organizing this.
a very very apt thought on your mind. No, പ്രത്യേകിച്ച് ഇപ്പൊ എന്താ പറയുക, ഈ സെക്യൂരിറ്റിയെ കുറിച്ചിട്ട് വരുമ്പോഴേ there is a security threat in all our activities. Very apt that you have decided to do that. Only thing I wish that there is a multiplier effect to that. ഇപ്പോൾ ഈ ലൈനിൽ കേട്ടുകൊണ്ടിരുന്ന ഏകദേശം 130ഓളം ആൾക്കാർക്ക് യു ക്യാൻ ഡു വണ്ടേഴ്സ്. ചുറ്റുപാടുമുള്ള എത്രയോ ആൾക്കാർക്ക് ഇത് പഠിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ലെറ്റ് ദർ ബി എ മൾട്ടിപ്ലയർ ഇഫക്ട്. എവിടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എന്നെ വിളിക്കാം. ഇനി അഥവാ സബ്ജക്ട് ടു ദി കോവിഡ് നോംസ്, ഞാൻ നേരിട്ട് അവിടെ വരണം, നിങ്ങളുടെ കോളേജിൽ വരണം. സബ്ജക്ട് ടു ദ നോംസ് എന്തെങ്കിലും ആരെങ്കിലും അഡ്രസ് ചെയ്യണം, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അതിന് തയ്യാറാണ്. I am all for you with these things, and I thank Mr. Amjit sir and our dear George Matthew sir also for taking initiative in conducting this program. Thank you, Tony sir. Sir, you can go ahead. Okay, sir. Thank you. Aishwarya. Thank you, sir, for the wonderful information. Okay, we are reception. For that, I would like to invite Nanda Bhaskar from Commerce Department, the representative of students, to deliver the vote of thanks. Nanda Bhaskar. ഗുഡ് മോർണിംഗ് ഓൾ. ഈ പ്രോഗ്രാം നടത്താൻ സഹായിച്ചതിൽ ആദ്യമായി ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. നമുക്ക് ഇന്ന് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സേവിംഗ് ആറ്റിറ്റ്യൂഡ് ഇൻ ലൈഫ് എന്ന ടോപ്പിക്കിനെ കുറിച്ച്, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ബാങ്കിങ്ങിന്റെ ആവശ്യകതയും ഗവൺമെന്റ് സ്കീംസിനും ഒക്കെ പറ്റി മനസ്സിലാക്കി തന്ന നമ്മുടെ റിസോഴ്സ് പേഴ്സൺ വി ആർ രാമചന്ദ്രൻ സാറിനോട് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും കോളേജിന്റെയും നന്ദി രേഖപ്പെടുത്തുന്നു. We appreciate you, sir, for giving us your valuable time with us. അടുത്തതായി ജോർജ് മാത്യു സാറിനും അംജിത് സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഈ പ്രോഗ്രാം ഭംഗിയായി നടത്തുന്നതിൽ നമ്മളെ സഹായിച്ച നമ്മുടെ ടോണി സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഫസ്റ്റ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനും തേർഡ് ഇയേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ആൾ. Thanks to everybody. Thanks Tony sir. Thank George Matthew sir. Thanks Amjit sir. Everybody, thank you very much. താങ്ക് യു സോ മച്ച് സാർ. ഞങ്ങൾ അന്ന് പറഞ്ഞ പ്രോഗ്രാം ഞങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ലിറ്ററസി പ്രോഗ്രാം അത് കമ്മിങ് ഡേയ്സിൽ നമ്മുടെ പാൻഡമിക്കിന്റെ പ്രോട്ടോകോൾസ് ഒക്കെ മാറുന്നതനുസരിച്ച് ട്രെയിനിങ്ങിലേക്ക് പോവാമെന്ന് വിചാരിക്കുന്നു സാറ്. അപ്പൊ എന്തായാലും സാറിന്റെ സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും I am with you. Okay sir, thank you.